നമ്മളെല്ലാം സിനിമയിലേടാ ഏതാണ് അക്കരെ 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 ആ സിനിമയിൽ മറ്റേ ശങ്കരടിയുടെ കഥാപാത്രം മോഹൻലാലിനെയും ശ്രീനിവാസനെ പറ്റിക്കുന്ന ഒരു സംഭവമുണ്ട്. 2 or 3 പാലില്ലാത്ത പശുവിനെ കൊടുത്തിട്ട് ആ ബാങ്ക് ലോൺ അടിച്ചുകൊണ്ട് പോകും അല്ലേ. ബാങ്ക് ലോൺ വെച്ചിട്ട് ആ പൈസയും കൊണ്ട് അയാൾ പോകും. അതായത് ഇച്ചിരി കടല പെണ്ണാക്ക് ഇച്ചിരി പരുത്തിക്കുരു കൊടുത്ത് ഞാൻ ഷെറ പാലെന്ന് പറയില്ലേ ആ സാധനം. അഥവാ ഇവന്മാരെന്താ നോക്കിയത്? അവിടെ റിക്കറിങ് എക്സ്പെൻഡിച്ചർ മാത്രമേ നോക്കിയുള്ളൂ, ബാക്കിയുള്ള എക്സ്പെൻഡിച്ചർ ഒന്നും നോക്കിയില്ല. എക്സ്പെൻഡിച്ചർ നോക്കണം മക്കളെ. അപ്പോൾ ഇത് വളരെ രസകരമായിട്ട് തന്നെ കേട്ടിരിക്കാൻ പറ്റുന്ന ഒരു പാഠഭാഗമാണ്. അതുപോലെ അതിന് ചോദ്യങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുള്ളത് എന്ത് ഏത് എവിടെ എന്നൊക്കെ വ്യക്തമായിട്ട് ഞാൻ അടിവരയിട്ട് തന്നിട്ടുണ്ട്. അതിന് ചോദ്യങ്ങൾ വരും. ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് നമ്മുടെ സിസ്റ്റംസ് ഓഫ് റിയറിംഗ് ഓഫ് കാറ്റിൽ അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് നമ്മുടെ ടെയിൽ ടു ടെയിൽ സിസ്റ്റം, ഹെഡ് ടു ഹെഡ് സിസ്റ്റം, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്, ഇതാണ് പ്രധാനമായും ചോദിക്കുന്നത്. പിന്നെ ഫ്രീ റേഞ്ച് സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും അതുപോലെ ഇൻറ്റൻസീവ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും സെമി ഇൻറ്റൻസീവ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ അഡ്വാൻറ്റേജസും അതിൻ്റെ കുറച്ച് പ്രത്യേകതകളാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ പഠിക്കുന്ന കാര്യം എടുക്കുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ കുറച്ച് വിശാലമായിട്ട് പഠിക്കാനുണ്ട്. കാരണം അത്രയേ ഉള്ളൂ, ഒരു മാർക്ക് പോലും നമ്മൾ പോകാതെ നഷ്ടപ്പെടാതെ അരിച്ചെടുക്കുകയാണല്ലേ. അരിപ്പിൻ്റെ താഴെ കൂടെ ചോർന്നു പോകുന്ന ഒരു കുഞ്ഞു കുഞ്ഞു മാർക്കുണ്ട്, അതിനെ വരെ നമ്മൾ അരിച്ചെടുത്ത് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ഈ ഒരു ഭാഗം കാണുക. നോക്കൂ മക്കളെ, ഇത് നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. ദ സിസ്റ്റം ഓഫ് റിയറിംഗ് ഓഫ് കാറ്റിൽ വെയർ അനിമൽസ് ആർ ലെറ്റ് ലൂസ് ആൻ ഓപ്പൺ പെഡാക്ക്. ഒരു ഓപ്പൺ പെഡാക്കിൽ നമുക്ക് അനിമൽസിനെ അഴിച്ചുവിടുന്ന സിസ്റ്റം ഏതെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദ ഫ്രീ റേഞ്ച് സിസ്റ്റം ഓഫ് കാറ്റിൽ റിയറിംഗ്. ഫ്രീ റേഞ്ചുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ശരിയായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അവിടെ നമുക്ക് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആണ് അവിടെ താഴെ നമുക്ക് ഓപ്ഷൻസിൽ തന്നിട്ടുണ്ടായിരുന്നത്. നോക്കാം. അപ്പോൾ ഇത്രയ്ക്ക് സിമ്പിളാണ് സംഭവം, പക്ഷേ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. എന്തായാലും നമുക്ക് പ്രധാനപ്പെട്ട ബേസിക്സ് ഓഫ് അനിമൽ ഹൗസിംഗ് ഇട്ട് തുടങ്ങാം. അപ്പോൾ അനിമൽ ഹൗസിംഗ് എന്ന് പറയുമ്പോൾ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? എന്തിനാണ് ഇതിനെ കെട്ടിയിടുന്നത്? നമുക്ക് വളർത്താൻ വേണ്ടിയിട്ടാണല്ലേ അല്ലേ. നമുക്ക് വളർത്താൻ വേണ്ടിയിട്ടില്ല ഇതിനെ കെട്ടിയിട്ട് നമ്മൾ വളർത്തുന്നത്. അപ്പോൾ അതിനുവേണ്ടി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നോക്കാം. പർപ്പസ് ഓഫ് അനിമൽ ഹൗസിംഗ്. ഒന്ന്, നമുക്കറിയാം പ്രൊട്ടക്ഷൻ ഫ്രം എക്സ്ട്രീം ഹീറ്റ്, കോൾഡ്, വിൻഡ് ആൻഡ് റെയിൻസ്. നമ്മളെപ്പോലെ തന്നെ നമുക്ക് എന്തിനാ വീട് ആവശ്യമായിട്ടുള്ളത്? നമുക്ക് ഒരു വലിയ വെയിലടിക്കാതിരിക്കാൻ അല്ലേ. അതിനുവേണ്ടി തണൽ ഉണ്ടായാൽ മാത്രം പോരെ അല്ലേ. മുകളിൽ റൂഫ് മാത്രം പോരെ വെയിലടിക്കാതിരിക്കാൻ. അത് മാത്രം പോരാ, കോൾഡ് തണുപ്പടിച്ച് കയറും അല്ലേ. നമുക്ക് ഭയങ്കര തണുപ്പുള്ള റീജിയനിൽ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സംഭവമാണ്. അപ്പോൾ തന്നെ സൈഡ് വാൾ നമുക്ക് ആവശ്യമായിട്ട് വന്നു. വിൻഡ് അല്ലേ, വിൻഡിനും എതിരെ രക്ഷപ്പെടാൻ നമുക്ക് സൈഡ് വാൾ നമുക്ക് ആവശ്യമായിട്ട് വന്നത്. അതുപോലെ റെയിൻസ്, ഇതുപോലുള്ള എക്സ്ട്രീം ആയിട്ടുള്ള വെതർ കണ്ടീഷൻസിൽ നിന്നും ഒരു അനിമലിന് രക്ഷ നേടാനാണ് ഒന്നാമത്തെ പർപ്പസ്. രണ്ടാമത്തെ എന്താണ്? പ്രൊവൈഡ് ക്ലീൻ ആൻഡ് കംഫർട്ടബിൾ എൻവയോൺമെൻറ്റ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്ന് കിടന്നുറങ്ങണം, ഒന്ന് വിശ്രമിക്കണം. നമ്മളെങ്ങനെ റോഡിൽ കിടന്നുറങ്ങോ, അല്ലെങ്കിൽ വഴിയിൽ കിടന്നുറങ്ങോ, അല്ലെങ്കിൽ പുരയിടത്തിൽ കിടന്നുറങ്ങോ? ഇല്ല, നമുക്ക് വളരെ ക്ലീൻ ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്, നമുക്കൊന്ന് ഇരിക്കാനും കിടക്കാനും വിശ്രമിക്കാനും പഠിക്കാനും ഒക്കെ. അതേപോലെ തന്നെ അനിമലിന് പ്രൊവൈഡ് ക്ലീൻ ആൻഡ് കംഫർട്ടബിൾ എൻവയോൺമെൻറ്റ്. അടുത്തതാണ് എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ഓഫ് അനിമൽസ്. നമ്മളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ എന്താണ്? കുട്ടികൾക്ക് ഫുഡ് കൊടുക്കണം, അതൊരു ദാറ്റ്സ് എ മാനേജ്മെൻറ്റ് പ്രാക്ടീസ്. അവരെ റേസ് ചെയ്യണം അല്ലേ, അതൊരു മാനേജ്മെൻറ്റ് പ്രാക്ടീസ്. അനിമൽ ഹൗസിൽ എടുത്ത് നോക്കുമ്പോൾ എന്താണ്? അതും അങ്ങനെ തന്നെയാണ്. അവിടെയും ഒരുപാട് മാനേജ്മെൻറ്റൽ പ്രാക്ടീസ് ചെയ്യാനുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? മിൽക്കിംഗ് ഔട്ട് ഒരു മാനേജ്മെൻറ്റൽ പ്രാക്ടീസാണ്. തീറ്റ കൊടുക്കുക ഒരു മാനേജ്മെൻറ്റൽ പ്രാക്ടീസാണ്. അതിനെ വൃത്തിയാക്കുക, കുളിപ്പിക്കുക ഒരു മാനേജ്മെൻറ്റൽ പ്രാക്ടീസാണ്. അപ്പോൾ അതെല്ലാം കൃത്യമാവണം എന്ന് വേണം. നമുക്കൊരു ഹൗസിംഗ് സിസ്റ്റം ആവശ്യമാണ്. അതുപോലെ റിഡക്ഷൻ ഇൻ എക്സ്പെൻസസ്, ചിലവ് കുറയ്ക്കാൻ അല്ലേ. ചിലവ് കുറയ്ക്കാൻ എന്ന് പറയുമ്പോഴത്തേക്കും ശ്രദ്ധിക്കും, നമുക്ക് പല തരത്തിൽ അനിമൽസിനെ റേസ് ചെയ്യാൻ പറ്റും അല്ലേ, പല തരത്തിൽ. അതിന് ഒരു വലിയ സിസ്റ്റമാണ് ഫ്രീ റേഞ്ച് സിസ്റ്റം. നമ്മുടെ ഓസ്ട്രേലിയയിലൊക്കെ ഉള്ള ഒരു സിസ്റ്റമാണ്. ഓസ്ട്രേലിയ പോലെ ഒരുപാട് ലാൻഡ് ഏരിയ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുന്ന സിസ്റ്റമാണ് ഫ്രീ റേഞ്ച് സിസ്റ്റം. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അനിമൽ ഹൗസിംഗ് ചെയ്താൽ നമുക്ക് പോസിബിൾ ആകും. അതുപോലെ പ്രൊട്ടക്ഷൻ ഫ്രം ദ അറ്റാക്ക് ഓഫ് വൈൽഡ് അനിമൽസ്. നമ്മുടെ വീട്ടിലൊരു പട്ടി കയറി കടിക്കോ? കടിക്കില്ല. കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫെൻസിങ് ഉണ്ടായിരിക്കും, പിന്നെ നമുക്കെന്ത് ചുറ്റുമതിൽ, അതിനകത്ത് നമുക്ക് എന്തായിരിക്കും? വാൾസ് ഉണ്ടായിരിക്കും, കഥക ഉണ്ടായിരിക്കും, ഇതെല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ മറ്റുള്ള അനിമൽസിൻ്റെ അറ്റാക്കിൽ നിന്ന് നമ്മുടെ അനിമൽസിനെ രക്ഷിക്കണം. നമുക്ക് രക്ഷ നേടുന്ന പോലെ നമ്മുടെ അനിമൽസിനെയും രക്ഷിക്കണം. പട്ടി കയറി കടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അതുപോലെ വേറെ ഏതെങ്കിലും പുലിയോ കടുവയോ ഒക്കെ ഒരു പക്ഷേ കാട്ടിൻ്റെ അടുത്തൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള പശുവിനെ കടിച്ചു കൊണ്ടുപോകാൻ സമ്മതിക്കാൻ പാടില്ല. അങ്ങനെ ഒരു സംഭവം എന്താണ്? ആനിമൽ ഹൗസിങ്ങിൻ്റെ പർപ്പസാണ്. അടുത്ത, റെഡ്യൂസസ് പോസിബിലിറ്റീസ് ഓഫ് ഡിസീസ് ആൻഡ് മോർട്ടാലിറ്റി. എന്താ ഡിസീസ് ആൻഡ് മോർട്ടാലിറ്റി കുറയ്ക്കുന്നതിൽ ആ വീടുകൾക്കുള്ള പ്രാധാന്യം?
ഇത്രയേ ഉള്ളൂ. ഒരു വീടില്ല, എല്ലാം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് സംഭവിക്കും? ഒരു അസുഖമുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും പകരും അല്ലേ? ഒരു 100 എണ്ണമോ 200 എണ്ണമോ ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. നമുക്ക് കേരളത്തിലാണെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അനിമൽസ് ഇല്ല. എന്നാൽ മറ്റു പല സംസ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഗോവധ നിരോധന നിയമമൊക്കെ നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് പോലും പോകാൻ പറ്റത്തില്ല. ആ സമയത്ത് അനിമൽസ് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകും അല്ലേ? അപ്പോൾ അതിനെ ഇടിച്ചാലും പ്രശ്നമാണ്, വേറെ കാര്യം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അങ്ങനെ ഉള്ള ഒരു സിസ്റ്റം ഉള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഒരു FMD ഔട്ട് ബ്രേക്ക് വന്നാൽ സംഭവിക്കും, വലിയ രീതിയിൽ പടർന്നു പിടിക്കും. അവിടെ കൃത്യമായ ഹൗസിംഗ് ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഹൗസിംഗ് ഉണ്ട് അവിടെ, ആർക്കുണ്ട്? അവരെ എക്കണോമിക്കലി വളർത്തുന്ന അനിമൽസിന് ഹൗസിംഗ് ഉണ്ട്. ചിലതിനെ അൺഎക്കണോമിക്കലായിട്ട് കാണുമ്പോഴത്തേക്ക് അവർ അമ്പലത്തിലും അവിടെ കൊണ്ടുവിടും അല്ലേ? അതിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. അപ്പോൾ നോക്കുക, റെഡ്യൂസസ്, അമ്പലത്തിൽ വിടുന്ന എല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് നെഗറ്റീവായിട്ട് എടുക്കരുത് നിങ്ങൾ, ചിലപ്പോൾ റോഡിൽ കൊണ്ടുവിടും. ഓക്കെ, റെഡ്യൂസസ് പോസിബിലിറ്റീസ് ഓഫ് ഡിസീസസ് ആൻഡ് മോർട്ടാലിറ്റി. മോർട്ടാലിറ്റി എന്ന് പറയുമ്പോൾ മരണനിരക്കിന്റെ പോസിബിലിറ്റി കുറയ്ക്കുക, അതുപോലെ ഡിസീസിന്റെ പോസിബിലിറ്റി കുറയ്ക്കുക. അതും ഹൗസിംഗിന്റെ ഒരു പർപ്പസ് ആണ്. അതുപോലെ അനിമൽസ് ക്യാൻ ബി വാച്ച്ഡ് വിത്ത് ഈസ്. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനിമൽസിനെ വാച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അനിമൽസിനെ വളർത്തുന്നെങ്കിൽ, ഉദാഹരണം ഞാൻ പണ്ട് പലപ്പോഴും പറയാറുണ്ട്, ഫ്രീ റേഞ്ച് സിസ്റ്റം പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു നൈറ്റ് ഷെൽട്ടർ മാത്രം കൊടുക്കുന്ന തരത്തിലുള്ള സിസ്റ്റം നമ്മുടെ കേരളത്തിലും ചില സ്ഥലങ്ങളിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവിടേക്കാണെങ്കിൽ എന്താ സംഭവിക്കുക? അനിമൽസിനെ ക്ലോസ് വാച്ച് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അടുത്ത് വാച്ച് ചെയ്യാൻ. കാരണം എന്താണ്? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹീറ്റ് ഡിറ്റക്ഷൻ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കാര്യം അല്ലേ? അതുപോലെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അനിമൽസിനെ ക്ലോസ് വാച്ച് ചെയ്യേണ്ടത്. പക്ഷേ നമ്മളൊരു ഹൗസിങ്ങിനകത്ത് കൃത്യമായിട്ട് ഹൗസ് ചെയ്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ക്ലോസ് വാച്ചിങ്ങും ഈസിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് അനിമൽ ഹസ്ബൻഡറിയിൽ നമ്മൾ ഹൗസിംഗ് ചെയ്യേണ്ടതിൻ്റെ പർപ്പസുകൾ അല്ലെങ്കിൽ ആവശ്യകത. ഇത് നമ്മുടെ പുതിയ പുസ്തകത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കീ ആസ്പെക്ട്സ് ഓഫ് അനിമൽ ഹൗസിംഗ്. ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉള്ളത് കൊണ്ടും നമ്മുടെ പുസ്തകത്തിൽ ടച്ച് ചെയ്യാതെ ഒരു പക്ഷേ പുതിയ ടീച്ചേഴ്സ് ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഉള്ളത് കൊണ്ടുമാണ് എടുത്തിരിക്കുന്നത്. പ്രധാനമായിട്ടും 6 ആസ്പെക്ട്സ് ആണുള്ളത്. ഒന്ന് സ്പേസ്, രണ്ടതാണ് ഫീഡ്, 3 വാട്ടർ, 4 എയർ, 5 ലൈറ്റ്, 6 റെസ്റ്റ്. ഇങ്ങനെയുള്ള 6 ആസ്പെക്റ്റുകളാണ് കീ ആസ്പെക്ട്സ് ഓഫ് അനിമൽ ഹൗസിംഗ് എന്നുള്ള പേരിൽ വന്നിട്ടുള്ളത്. നിങ്ങൾ ഈ ഒരു ഫോണ്ടിൽ വന്നതെല്ലാം പുതിയ പുസ്തകവും നമ്മുടെ കാലിബറി ഫോണ്ടിൽ, കാരണം കട്ടിയുള്ള ഫോണ്ടിൽ വന്നതെല്ലാം പഴയ പുസ്തകം കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, കീ ആസ്പെക്ട്സ് ഓഫ് അനിമൽ ഹൗസിംഗ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആസ്പെക്ട് എന്താണ്? സ്പേസ്. അവൈലബിലിറ്റി ഓഫ് സഫീഷ്യൻ്റ്ലി സ്പേഷ്യസ് ഏരിയാസ് allows the animal to move freely and gives them easy access to feed and water. നമ്മൾ ഒരു അനിമൽ ഹൗസ് ഉണ്ടാക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ആവശ്യത്തിന് സ്ഥലം ഉണ്ടായിരിക്കണം. നമുക്ക് വളർത്തേണ്ടത് 10 പശുക്കളെയാണെന്നുണ്ടെങ്കിൽ 10 പശുക്കളെ വളർത്താനുള്ള സ്ഥലം, അതിന് കൃത്യമായ സ്ഥലം, സ്പേസ് റിക്വയർമെൻ്റ് പറയുന്നുണ്ട്. അത്രയും സ്ഥലം അവിടെ ഉണ്ടാകണം. അത് ഒന്നാമത്തെ ആസ്പെക്റ്റ്. നമ്മൾ വീട് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് നോക്കും? 4 പേർക്കാണ് ജീവിക്കേണ്ടത് അല്ലേ? 4 പേർക്ക് ജീവിക്കണമെങ്കിൽ 4 പേർക്ക് ജീവിക്കാൻ ആവശ്യമായ സ്ഥലമുണ്ടോ എന്ന് നോക്കും അല്ലേ? ഇവിടെ ഇതുമൂലം എന്താണ് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ ഉറപ്പിക്കുന്നത് എന്താണ്? ഗീവ്സ് ദം ഈസി ആക്സസ് ടു ഫീഡ് ആൻഡ് വാട്ടർ. ഫീഡിനോടും വെള്ളത്തിനോടുമുള്ള ഈസി ആക്സസ് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ് ഒന്നാമത്തെ ആസ്പെക്റ്റ്. രണ്ടാമത്തെ ആസ്പെക്ട് എന്താ? ഫീഡ് അല്ലേ? ഒന്നാമത്തെ ആസ്പെക്ട് സ്പേസ്, രണ്ടാമത്തെ എന്താണ്? ഫീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ മക്കളെ? അറേഞ്ച്മെന്റ്സ് ആർ മെയ്ഡ് ഇൻ ഹൗസിംഗ് സോ ദാറ്റ് ആനിമൽസ് ക്യാൻ ഈറ്റ് എ പാലറ്റബിൾ ആൻഡ് വെൽ ഫോർമുലേറ്റഡ് ഫീഡ് അല്ലേ? നല്ല രുചികരമായിട്ടുള്ളതും നല്ല രീതിക്ക് നമ്മൾ ഫോർമുലേറ്റഡ് ആയിട്ടുള്ള അല്ലേ? നല്ല രീതിക്ക് നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത്, എന്താ ഫോർമുലേഷൻ എന്ന് പറഞ്ഞാൽ ഫീഡ് ഫോർമുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുന്നത്. നമ്മൾ തമ്പ് റൂൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ ഫീഡ് ഫോർമുലേഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ അനിമലിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, എസ്പെഷ്യലി പ്രോട്ടീൻ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ കാർബോഹൈഡ്രേറ്റ് സോഴ്സുകളാണെന്നുണ്ടെങ്കിലും ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഫോർമുലേറ്റ് ചെയ്ത് നമുക്ക് കൊടുക്കും അല്ലേ? അപ്പോൾ എന്താണ്? ഒരു പാലറ്റബിൾ ആയിട്ടുള്ള വെൽ ഫോർമുലേറ്റഡ് ഫീഡ് കൊടുക്കുന്ന ഉറപ്പാക്കുക. ദ ഫീഡ് ഈസ് അവൈലബിൾ ഡെയിലി ഫോർ അറ്റ്ലീസ്റ്റ് 21 hours. കണ്ടോ? ദ ഫീഡ് ഷുഡ് ബി അവൈലബിൾ ഡെയിലി ഫോർ അറ്റ്ലീസ്റ്റ് 21 hours. വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാവുന്ന ഒരു പോയിന്റ് ആണ് കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകിച്ച് നമുക്ക് ഫീഡ് കൊടുക്കുന്നത് ഇവിടെ അല്ല, ഫീഡ് വേറെ പറയും. ഇങ്ങനെ ചോദ്യം ഒന്നും വന്നിട്ടില്ല. നോക്കാം. വാട്ടർ, accessibility of clean water for at least 21 hours a daily അല്ലേ? അറ്റ്ലീസ്റ്റ് 21 hours. ഇവിടെ ഞാൻ പറയുന്നു 24/7 അല്ലേ? അഡ് ലിമിറ്റമാണ് വാട്ടറിൻ്റെ ഒരു ആക്സസിബിലിറ്റി ഉണ്ടാകേണ്ടത്. മറ്റുള്ള ടെക്സ്റ്റിലെല്ലാം 24/7 അഡ് ലിമിറ്റം ആണ് വാട്ടർ പറഞ്ഞിരിക്കുന്നത്. എന്നാലും ആ വാട്ടറിൻ്റെ നമുക്ക് ഈ ആസ്പെക്ട്സ് എടുക്കുമ്പോഴത്തേക്കും അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? മിനിമം എന്താണ്? ഫീഡ് അവൈലബിൾ അറ്റ്ലീസ്റ്റ് 21 hours. അതുപോലെ വാട്ടർ ആക്സസിബിൾ ഓഫ് ക്ലീൻ വാട്ടർ അറ്റ്ലീസ്റ്റ് 21 hours ഡെയിലി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എയർ, ആക്സസ് ടു ഫ്രഷ് ആൻഡ് ക്ലീൻ എയർ, ഉറപ്പായിട്ട് നല്ല എയർ കിട്ടണം, ഇല്ലെങ്കിൽ ശ്വസിക്കാൻ പറ്റത്തില്ല അല്ലേ? ലൈറ്റ്, അവൈലബിലിറ്റി ഓഫ് സഫീഷ്യന്റ് നാച്ചുറൽ ലൈറ്റ് ആൻഡ് പ്രൊവിഷൻ ടു മെയിൻറ്റെയിൻ 6 hours ഓഫ് ഡാർക്ക്നെസ് ഫോർ
ഫാം അനിമൽസ് ആർ എസെൻഷ്യൽ ഫോർ ഓപ്റ്റിമം പ്രൊഡക്ഷൻ. ഇതൊന്ന് ശ്രദ്ധിച്ചു വെച്ചോണം കേട്ടോ. എത്രയാണ്? ആസ് പെർ കീ ആസ്പെക്ട്സ് ഓഫ് അനിമൽ ഹൗസിംഗ്, ഹൗ മെനി ഡാർക്ക്നെസ് അല്ലെ ഹൗ മെനി അവേഴ്സ് ഷുഡ് ബി പ്രൊവൈഡഡ് ഇൻ ഡാർക്ക്നെസ്. 6 hours ആണ്. എത്രയാണ്? 6 hours ഓഫ് ഡാർക്ക്നെസ്. എന്തിനു വേണ്ടിയിട്ട്? നല്ല പ്രൊഡക്ഷൻ അനിമൽസിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും അവേഴ്സ് ഓഫ് ഡാർക്ക്നെസ് നമ്മൾ കൊടുക്കണമെന്നുള്ള കാര്യവും കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. നമ്മൾ ഡാർക്ക്നെസ് അതായത് ചുമ്മാ ലൈറ്റ് ഇടരുത്. മനസ്സിലായില്ലേ? ലൈറ്റ് നമ്മൾ അറിയാമല്ലോ, എക്സ്റ്റെൻഡഡ് ഫോട്ടോ പീരീഡ് ആർക്ക് ആവശ്യമാണ്? പൗൾട്രിക്ക് ആവശ്യമാണ്. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഹെൽത്ത് പ്രൊട്ടക്ഷൻ ഈസ് ഡയറക്റ്റ്ലി അതുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വെറുതെ ലൈറ്റ് എപ്പോഴും 24/7 ലൈറ്റ് വെച്ചേക്കരുത്. അറ്റ്ലീസ്റ്റ് എത്ര 6 മണിക്കൂറെങ്കിലും നല്ല ഡാർക്ക്നെസ് അതിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഒരു 7 മുതൽ 8 മണിക്കൂർ എന്തായാലും ഡാർക്ക്നെസ് നമുക്ക് ഉണ്ട്. അതിൽ കുറേ സമയം നമുക്ക് ലൈറ്റ് ഇട്ടവിടെ വർക്ക് ചെയ്യേണ്ടി വരും. ബാക്കിയുള്ള സമയം ലൈറ്റ് അണച്ച് തന്നെ കൊടുക്കണം. റെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സഫീഷ്യൻറ്റ് ഡ്രൈ ആൻഡ് കംഫർട്ടബിൾ സ്പേസ് ഫോർ ടേക്കിംഗ് റെസ്റ്റ് ആൻഡ് ലൈയിങ് ഡൗൺ ഫോർ അറ്റ്ലീസ്റ്റ് 13 hours പെർ ഡേ അല്ലേ? 13 hours പെർ ഡേ. എത്രയാണ് റെസ്റ്റ് കൊടുക്കേണ്ടത്? എങ്ങനെയാണ്? നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസ് കൊടുക്കണം. എന്തിന്? റെസ്റ്റ് എടുക്കാൻ വേണ്ടി, കിടക്കാനും വേണ്ടിയിട്ട്. എത്ര? 13 hours പെർ ഡേ. ഇവിടെ കുറച്ച് അവേഴ്സുകൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഫീഡ് അല്ലേ? എന്തൊക്കെയാണ് നമ്മുടെ കീ ആസ്പെക്ട്സ്? ഒന്ന് സ്പേസ്, ഫീഡ്, വെള്ളം അല്ലേ? നമുക്ക് സ്ഥലം വേണം, ആഹാരം വേണം, വെള്ളം വേണം, എയർ വേണം, ലൈറ്റ് വേണം, പിന്നെ റെസ്റ്റും വേണം. ഇത്രയാണ് അനിമലിന് വേണ്ടത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അതൊക്കെയാണ് പ്രധാനപ്പെട്ട കീ ആസ്പെക്ട്സ് ഓഫ് അനിമൽ ഹൗസിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ 2 മണിക്കൂറുകളില്ല, മൊത്തം 4 പറഞ്ഞിട്ടുണ്ട്. എന്താണ്? തീറ്റ അത്യാവശ്യം 21 മണിക്കൂർ നേരത്തേക്ക് എങ്കിലും കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. വെള്ളം അറ്റ്ലീസ്റ്റ് 21 hours സമയം നമുക്ക് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ അവൈലബിൾ ആവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ലൈറ്റ് 6 hours ഓഫ് ഡാർക്ക്നെസ്. ശ്രദ്ധിക്കുക, 6 hours ഓഫ് ഡാർക്ക്നെസ്. എന്തിനാണ്? ഓപ്റ്റിമം പ്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടി 6 മണിക്കൂർ ഡാർക്ക്നെസ് കൊടുത്തുകൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റെസ്റ്റ് എന്ന് പറയും 13 hours പെർ ഡേ എന്ന രീതിയിൽ എന്ത് ചെയ്യണം? റെസ്റ്റിങ്ങിനുള്ള ഒരു അവസരവും ഈ അനിമൽസിന് കിട്ടണം. മൊത്തം 24 മണിക്കൂറുണ്ട്. ബാക്കിയുള്ള സമയത്ത് വെച്ചിട്ട് നമ്മുടെ ഫാം ആക്ടിവിറ്റീസ് നമ്മൾ അതിന് വേണ്ടിയിട്ട് മാനിപ്പുലേറ്റ് ചെയ്തെടുക്കണം എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൊത്തം 6 ആസ്പെക്റ്റാണ് നമ്മൾ കീ ആസ്പെക്ട്സ് ഓഫ് അനിമൽ ഹൗസിംഗ് പഠിച്ചത്. എന്തൊക്കെയാണ്? സ്പേസ്, ഫീഡ് എത്ര മണിക്കൂർ? 21 മണിക്കൂർ. വാട്ടർ 21 മണിക്കൂർ. ക്ലീൻ എയർ കൊടുക്കണം. അതുപോലെ റെസ്റ്റ് കൊടുക്കണം. പിന്നെ ഒരു കാര്യം പറഞ്ഞത് എന്താണ്? ലൈറ്റ് അല്ലേ? ലൈറ്റ് എന്ന് പറയുമ്പോൾ 6 മണിക്കൂറെങ്കിലും ഡാർക്ക് പീരീഡ് നമ്മൾ കൊടുക്കണം ഫോർ ഓപ്റ്റിമം പ്രൊഡക്ഷൻ എന്ന് പഠിച്ചു അല്ലേ? ഇനി നോക്കാം സൈസ് ആൻഡ് സ്ലോപ്പ് ഓഫ് ഏരിയ. ഇത് നമ്മുടെ പഴയ ടെക്സ്റ്റിൽ നമ്മുടെ റിയറിംഗായി ബന്ധപ്പെടുത്തി ആദ്യം നമ്മൾ ടോപ്പോഗ്രാഫി ഒക്കെ നമ്മൾ നോക്കുകയാണ്. എങ്ങനെയുള്ള സ്ഥലത്താണ് ഇത് കെട്ടാൻ പറ്റുക അല്ലേ? നോക്കാം. ദ ഏരിയ ഓഫ് ദ ഫാം ഷുഡ് ബി ആഡിക്വേറ്റ് സൈസ്. നേരത്തെ പറഞ്ഞ അതേ കാര്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നു. സൈസ് ആവശ്യത്തിന് വേണം. യൂഷ്വലി ഫ്രം 1 to 2 hectares ആൻഡ് പ്രിഫറബിൾ സ്ക്വയർ ഇൻ ഷേപ്പ്. ഏകദേശം 1 മുതൽ 2 ഹെക്ടർ. അത് നമ്മൾ നമ്പർ ഓഫ് ആനിമൽസിനെ വളർത്തുന്നതിനനുസരിച്ചിട്ടാണ്. അല്ലാണ്ട് ഇത് ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും ചോദിക്കത്തില്ല, പേടിക്കണ്ട കേട്ടോ. അതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള സ്ഥലം കിട്ടിയാൽ അത്രയും നല്ലത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലാതെ സൈസ് ആൻഡ് സ്ലോപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കില്ല. ഡ്രെയിനേജ് ആൻഡ് ടോപ്പോഗ്രാഫി നോക്കാം. ദ സോയിൽ മസ്റ്റ് ബി പോറസ്. അതായത് ചെളി മണ്ണാകരുത്, അല്ല പോറസ് ആയിട്ടുള്ള മണ്ണായിരിക്കണം. എന്തുകൊണ്ട്? ആൻഡ് ഷുഡ് ഹാവ് എ ഇനഫ് സ്ലോപ്പ് സോ ദാറ്റ് ഡ്രെയിനേജ് ഈസ് എഫിഷ്യന്റ് ആൻഡ് ദ ഫാം പ്രിമിസസ് റിമെയിൻ ഡ്രൈ. അതുകൊണ്ടാണ് സോയിൽ മസ്റ്റ് ബി പോറസ് ആൻഡ് ദ സൈറ്റ് ഷുഡ് ഹാവ് ഇനഫ് സ്ലോപ്പ് എന്ന് പറഞ്ഞു. 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സൈറ്റിന് എന്തായിരിക്കണം? നല്ല മണ്ണ് ജലവാർച്ചയുള്ള നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം. വെള്ളം കെട്ടി നിൽക്കുന്ന മണ്ണ് ആകരുത്. അതാണ് പോറസ് സോയിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. പോറസ് സോയിൽ ഉണ്ടായാൽ മാത്രം മതിയോ? നിരപ്പായ സ്ഥലമാണെങ്കിൽ പിന്നെയും വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യത വർദ്ധിക്കും. അതുപോലെ ഇനഫ് സ്ലോപ്പ് നമ്മൾ കൊടുത്തിരിക്കണം. എന്തിനു വേണ്ടി? ഫാം പ്രിമിസസ് ഡ്രൈ ആയി റിമെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2 കാര്യങ്ങൾ അവിടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. നമ്മൾ ഡ്രെയിനേജ് ആൻഡ് ടോപ്പോഗ്രാഫി, അതായത് നമ്മൾ ഫാം സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഡ്രെയിനേജ് ആൻഡ് ടോപ്പോഗ്രാഫി എടുക്കുമ്പോഴത്തേക്കും 2 കാര്യങ്ങൾ. ഒന്നെന്താണ്? സോയിൽ മസ്റ്റ് ബി പോറസ്. സോയിൽ നല്ല നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം. അതുപോലെ അത്യാവശ്യം നല്ല സ്ലോപ്പ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഈ പറഞ്ഞ ഫാം പ്രിമിസസ് എന്തായിരിക്കത്തുള്ളൂ? ഡ്രൈ ആയിട്ട് നിലനിൽക്കത്തുള്ളൂ, ഉണങ്ങത്തുള്ളൂ, അല്ലെങ്കിൽ നീർവാർച്ച ഉറപ്പാക്കാൻ പറ്റത്തുള്ളൂ. ബെറ്റർ ഇഫ് ദ സോയിൽ ഈസ് ഫെർട്ടൈൽ. ആ സോയിൽ നല്ല ഫെർട്ടിലിറ്റി ഉള്ള സോയിലാണ്, വളക്കൂറുള്ള മണ്ണാണെങ്കിൽ നല്ലത് അല്ലേ? ഇനി ടോപ്പോഗ്രാഫിയെ കുറിച്ച് പിന്നെയും പറയുന്നു. ടോപ്പോഗ്രാഫി ഷുഡ് ബി ഹൈ ആൻഡ് ലെവൽ വിത്ത് നോ അബ്രപ്റ്റ് സ്ലോപ്സ്. സ്ലോപ്പ് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. അത്യാവശ്യം ഉയർന്ന ടോപ്പോഗ്രാഫിയാണ് നല്ലത്. ഹൈ ആയിട്ടുള്ള ടോപ്പോഗ്രാഫിയാണ് നല്ലത്. ഒരു ലെവൽ ഉണ്ടാവണം. എങ്ങനെ? സ്ലോപ്പ് ആണെങ്കിലും ലെവൽ ഉണ്ടായിരിക്കണം. അബ്രപ്റ്റ് ആയിട്ടുള്ള സ്ലോപ്പുകൾ കഴിവതും ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അല്ലേ? അബ്രപ്റ്റ് സ്ലോപ്പ്. കാരണം അബ്രപ്റ്റ് സ്ലോപ്പ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യത വർദ്ധിക്കും അല്ലേ? ഹയർ എലിവേഷൻ ദാറ്റ്
ദ സറൗണ്ടിങ് ഗ്രൗണ്ട് വിൽ ഓഫർ എ ഗുഡ് സ്ലോപ്പ് ഫോർ റെയിൻഫാൾ ആൻഡ് പ്രോപ്പർ ഡ്രെയിനേജ് ഫോർ ദ വേസ്റ്റസ്. അല്ലേ, നമുക്കൊരു സ്ഥലം എടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഉള്ളൊരു സ്ഥലമാണെങ്കിൽ വളരെ നല്ലതാണ്. കാര്യം എന്താണ്, പക്ഷേ ഇത് ഇങ്ങനെയുള്ള സ്ഥലമാണെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലം നമുക്ക് അത്ര നല്ലതല്ല. അപ്പോൾ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇവിടുത്തെ മണ്ണ് പോറസ് ആയിരിക്കണം, എന്ത് ജലം ഒലിച്ചു പോകാനായിട്ട്. രണ്ടാമത്തെ എന്താണ്, അബ്രപ്റ്റ് സ്ലോപ്പുകൾ ഉണ്ടാവാൻ പാടില്ല. മൂന്നാമത്തെ എന്താണ്, നമുക്ക് ഈ സ്ലോപ്പ് ഉണ്ടായിരിക്കണം, അതും ജലം ഒലിച്ചു പോകാനും ആ സ്ഥലം ഡ്രൈ ആകുന്നതിനും വേണ്ടിയിട്ട്. പിന്നെ ഈ സ്ഥലത്ത് ചെടിയൊക്കെ മുളയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്, അല്ലേ, ബെറ്റർ ഇഫ് ദ സോയിൽ ഇസ് ഫെർട്ടൈൽ. അതുപോലെ ടോപ്പോഗ്രാഫി ഹൈ ആയിരിക്കണം, അബ്രപ്റ്റ് സ്ലോപ്പ് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ ഹൈ എലിവേഷൻ താഴ്ന്ന സറൗണ്ടിങ്സ് ഗ്രൗണ്ട് വിൽ ഓഫർ എ ഗുഡ് സ്ലോപ്പ് ഫോർ റെയിൻഫോൾ ആൻഡ് പ്രോപ്പർ ഡ്രെയിനേജ് ഫോർ ദ വേസ്റ്റ്. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. എന്താണ്, വെള്ളം വീണ് കഴിഞ്ഞാൽ അത് ഒലിച്ചു പോകണം. അതുപോലെ ഇവിടെ ഒരു ക്യാച്ചിൽ ഷെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, വേസ്റ്റ് വാട്ടർ ഉണ്ടാവും, അതും ഒലിച്ചു പോകണം. ചുമ്മാ ഒലിച്ചു പോയാൽ മാത്രം മതിയോ, താഴെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പുല്ല് വളർത്താം, അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്ലറി ഇങ്ങനെ ഒഴുക്കി വിടാൻ വേണ്ടി വഴി വെട്ടി കൊടുത്താൽ തന്നെ വളരെ ഈസി ആയിട്ട് ഈ സാധനം ഒലിച്ച് താഴെ എല്ലാ സ്ഥലങ്ങളിലും എത്തും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ദ സൈറ്റ് ഷുഡ് പ്രൊവൈഡ് പ്ലെന്റി ഓഫ് ഫ്രഷ് എയർ, സൺഷൈൻ ആൻഡ് ഷെൽട്ടർ ഫ്രം സ്ട്രോങ് വിൻഡ്സ്. എന്തൊക്കെയാണ് നമുക്ക് നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ പിന്നെയും പറഞ്ഞല്ലേ. എന്താണ്, സൈറ്റ് എങ്ങനെയായിരിക്കണം, പ്ലെന്റി ഓഫ് ഫ്രഷ് എയർ കിട്ടണം, ഉയർന്ന സ്ഥലമാണെങ്കിൽ നല്ല വായു കിട്ടത്തില്ലേ, കാറ്റ് കിട്ടത്തില്ലേ, സൺഷൈൻ കിട്ടും. അതുപോലെ എന്താണ്, ഷെൽട്ടർ ഫ്രം സ്ട്രോങ് വിൻഡ്സ്, വലിയ ഒരു വിൻഡ്, കാറ്റിൻ്റെ ഒക്കെ ആക്രമണം വരണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും രക്ഷ നേടാനും ഒക്കെ ഉള്ളൊരു സാധ്യത അവിടെ ഉണ്ടാവണം. അപ്പോൾ അതാണ് ഡ്രെയിനേജ് ആൻഡ് ടോപ്പോഗ്രാഫിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇതുവരെ നമുക്ക് ഇവിടെ നിന്ന് ചോദ്യം വന്നിട്ടില്ല, ഇനി ചോദിച്ചുകൂടായിക ഇല്ല. ഇനി നോക്കാം, വാട്ടർ സപ്ലൈ എങ്ങനെയായിരിക്കണം. വാട്ടർ ഷുഡ് ബി അവൈലബിൾ ചീപ്ലി ആൻഡ് പ്ലെന്റി. അതായത് ഇഷ്ടംമാതിരി വെള്ളം ആവശ്യമായിട്ടുള്ള ഒരു പരിപാടിയാണ് പശുവിനെ വളർത്തുക എന്ന് പറയുന്ന പരിപാടി. അതേസമയം നമ്മൾ ആടിനെ വളർത്തുകയാണെങ്കിലോ വെള്ളം വളരെ വളരെ കുറച്ച് മാത്രം ആവശ്യമായിട്ട് വരുന്ന ഒരു അനിമൽ ഹസ്ബൻഡറി ആക്ടിവിറ്റിയാണ് ആടിനെ വളർത്തുക എന്ന് പറയുന്നത്, അല്ലേ. നമ്മൾ ആട് ജീവിതം പഠിച്ചിട്ടില്ല, നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ സിനിമ കണ്ടു കാണും. ആടിനെ നമുക്ക് വേണമെങ്കിൽ മരുഭൂമിയിലും വളർത്താം, കാരണം വെള്ളം അതിന് മാത്രം വളരെ കുറച്ച് കുടിക്കാനുള്ള വെള്ളം മാത്രം കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്ത് ചെയ്യണം, നമുക്ക് ഈ പറയുന്ന സ്ലറി അടിച്ച് കളയണം, ബാക്കി കുളിപ്പിക്കണം, കഴുകണം, പിടിക്കണം, അല്ലേ. അങ്ങനെ ഇഷ്ടംമാതിരി വെള്ളം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വാട്ടർ ഷുഡ് ബി അവൈലബിൾ ചീപ്ലി ആൻഡ് ഇൻ പ്ലെന്റി. ചീപ്ലി ഒരുപാട് വില കൊടുത്ത് വാങ്ങിയിട്ടുന്ന അവസ്ഥ വന്നാൽ നമ്മുടെ ഫാം എന്താവും, നഷ്ടത്തിൽ പോകും. വെള്ളം എല്ലാ ദിവസവും ടാങ്കറിൽ കൊണ്ടുവരാൻ നടപടിയാകുന്ന കാര്യമാണോ? അല്ല. ആവശ്യത്തിലേറെ വെള്ളം ആവശ്യമാണ്. അതാണ് വാട്ടർ സപ്ലൈ ശ്രദ്ധിക്കേണ്ടത്. ഫാമിൻ്റെ ഏരിയ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വെള്ളം ചീപ്പായിട്ടും പ്ലെന്റി ആയിട്ടും അവൈലബിൾ ആകണം. അടുത്ത മാർക്കറ്റിംഗ് നോക്കാം. ഫാം ഷുഡ് ബി ഇൻ ദോസ് ഏരിയാസ് ഫ്രം വെയർ ദ ഓണർ ക്യാൻ സെൽ ഹിസ് പ്രൊഡക്ട്സ് പ്രോഫിറ്റബിളി ആൻഡ് റെഗുലാർലി, അല്ലേ. അതായത് നമ്മൾ ഫാം ഇപ്പം വെള്ളം കൂടുതൽ വേണമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു കാട്ടുമുക്കിൽ കൊണ്ടുവച്ച കാര്യം നടക്കോ? ഇല്ല. അവിടെ നിന്ന് പിന്നെ ഈ പറഞ്ഞ പാല് കൊണ്ടുവന്ന് വിൽക്കാൻ വേണ്ടി ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വന്നാൽ അത്രയും ചിലവ് അധികമാകത്തില്ലേ? ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാം ഷുഡ് ബി എവിടെ ആയിരിക്കണം, ഷുഡ് ബി ഇൻ ദോസ് ഏരിയാസ് ഫ്രം വെയർ ദ ഓണർ ക്യാൻ സെൽ ഹിസ് പ്രൊഡക്ട്സ് പ്രോഫിറ്റബിളി ആൻഡ് റെഗുലാർലി. കൃത്യമായിട്ടും ലാഭകരമായിട്ട് വിൽക്കാൻ പറ്റണം, റെഗുലാർലിയും വിൽക്കാൻ പറ്റണം. അതിന് പറ്റുന്ന സ്ഥലത്ത് തന്നെ ആയിരിക്കണം ഫാമിൻ്റെ സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. പ്രിഫറബിൾ ആയിട്ട് നോക്കാം. മാർക്കറ്റ് ഷുഡ് ബി നിയർ ബൈ. അടുത്ത് നമുക്കൊരു മാർക്കറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി പല വഴികളുണ്ട്. അതവിടെ നിൽക്കട്ടെ. ചിലപ്പോൾ നമുക്ക് റിമോട്ട് ഏരിയ ആണെന്നുണ്ടെങ്കിൽ വലിയ ഫാമാണെങ്കിൽ മിൽമാക്കാർ വന്ന് പാലെടുത്തുകൊണ്ട് പോയിക്കോളും, പ്രോഫിറ്റബിളി നമുക്ക് ചെയ്യാൻ പറ്റും, റെഗുലർലി കൊടുക്കാൻ പറ്റും, അല്ലേ. അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും ഈ കാര്യം കൂടെ നമ്മൾ മനസ്സിലിട്ടേക്കണം. ഈ മിൽമയുടെ വണ്ടി വരാത്ത സ്ഥലമാണെങ്കിൽ നമ്മൾ തേഞ്ഞു. അതാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ്, ഫാം ഷുഡ് ബി ഇൻ ദോസ് ഏരിയാസ് ഫ്രം വെയർ ദ ഓണർ ക്യാൻ സെൽ ഹിസ് പ്രൊഡക്ട്സ് പ്രോഫിറ്റബിളി ആൻഡ് റെഗുലർലി. മാർക്കറ്റ് ഷുഡ് ബി നിയർ ബൈ എന്ന് പറയും. മാർക്കറ്റ് അടുത്തുണ്ടെങ്കിൽ വളരെ നല്ലത്, അല്ലേ. നിയറർ ദ മാർക്കറ്റ്സ് ലെസർ വിൽ ബി ദ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് ആൻഡ് ലെസ് വിൽ ബി ദ ലോസ് ഡ്യൂ ടു സ്പോയിലേജ് ഓഫ് ആനുവൽ പ്രൊഡക്ട്സ് ഡ്യൂറിങ് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ട്. അടുത്ത് തന്നെ മാർക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് കുറഞ്ഞ സമയത്തിന് വിറ്റ് മുതലാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാ ഗുണം? ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കുറയും, അല്ലേ. അതുപോലെ സ്പോയിലേജ് കുറയും, അല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പറയാം. ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സ്പോയിലേജ് ഉണ്ടാകാം. അതുപോലെ സ്റ്റോറേജ് ഉണ്ടാവും, അല്ലേ. നമുക്ക് അടുത്ത് വണ്ടി വരുന്നില്ല, അല്ലെങ്കിൽ അടുത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് കുറച്ചുകൂടെ സമയം കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ അടുത്ത് മാർക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഈ പറഞ്ഞ പ്രോഡക്റ്റിന് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യും. ഇപ്പോൾ തന്നെ നിങ്ങളൊരു പൗൾട്രി ഫാം നടത്തുന്നു വെച്ചോ. പൗൾട്രി ഫാം എന്ന് പറയുമ്പോഴത്തേക്കും വീട്ടിൽ വന്ന് മുട്ടയെടുക്കാൻ വേണ്ടി മിൽമയൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത് തന്നെ ഇത് വിൽക്കാൻ പറ്റുന്ന മാർക്കറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മുട്ടയെ സ്റ്റോർ ചെയ്ത്
കൊണ്ടുവന്ന് വെക്കും അല്ലേ. മുട്ടയെ സ്റ്റോർ 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസമായിരിക്കും നമ്മൾ മുട്ട കൊണ്ടുപോകുന്നത്. അപ്പോൾ 2 കാര്യം, ഒന്നെന്താണ്, ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സ്പോയിലേജ് ഉണ്ടാവാം, അത് ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റ് കൂടും, കൂടുതൽ ദൂരെയാണെന്നുണ്ടെങ്കിൽ. 3-ാമത്തെ കാര്യം എന്താണ്, ഇത്തരത്തിലുള്ള സ്പോയിലേജ് നമുക്ക് സ്റ്റോറേജിൻ്റെ സമയത്തുള്ള സ്പോയിലേജും കുറയ്ക്കാൻ പറ്റും. മാർക്കറ്റ് അടുത്തുണ്ടെങ്കിലുള്ള ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ, ഇലക്ട്രിസിറ്റി ഫെസിലിറ്റീസ്, നേരത്തെ പറഞ്ഞ അതേ കാര്യം. ദ ഫാം ഷുഡ് ബി വെൽ കണക്റ്റഡ് ആൻഡ് ഈസിലി ആക്സസിബിൾ. ദ സൈറ്റ് ഷുഡ് ഹാവ് എ പ്രോപ്പർ സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി അല്ലേ. അപ്പോൾ എന്താണ്, നല്ല ഒരു കണക്ഷനുള്ള സ്ഥലത്ത് തന്നെ നമ്മളിത് വെക്കണം. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, കറണ്ട് വേണം, നമുക്ക് നിർബന്ധമായിട്ടും കറണ്ട് വേണം. രണ്ടാമതെന്താണ്, ഇലക്ട്രിസിറ്റി, അതുപോലെ എന്താണ്, നമ്മുടെ പോയും വരാനുമുള്ള സൗകര്യവും സാധനങ്ങൾ കൊണ്ടുവരാനും കൊണ്ടുപോകാനുള്ള സൗകര്യവും നിർബന്ധമായിട്ടും ഉണ്ടെങ്കിലേ പരിപാടി അടിപൊളിയായിട്ട് പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? വാട്ടർ സപ്ലൈ ശ്രദ്ധിക്കണം, അതുപോലെ നമ്മൾ എന്താണ്, മാർക്കറ്റിംഗ് ശ്രദ്ധിക്കണം, അതുപോലെ ഇലക്ട്രിസിറ്റി, അതുപോലെ വന്നു പോകാനുള്ള ഒരു അവസരം നമ്മൾ നോക്കണം. നമ്മുടെ എടുക്കുന്ന സ്ഥലത്തിൻ്റെ എന്താണ്, പോറസ് ആണോ, അതുപോലെ സ്ലോപ്പ് ഉണ്ടോ എന്ന് നോക്കണം. ഇനി ലേബർ എന്ന് പറയുമ്പോൾ വളരെ പ്രധാനമാണ്. ഏതൊരു ബിസിനസ് ആസ്പെക്ട് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ലേബർ ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അല്ലേ. തൊഴിലാളികൾ നോക്കാം. ലേബർ വുഡ് ബി ഓണസ്റ്റ്, ഇക്കണോമിക്, സ്കിൽഡ് ആൻഡ് റെഗുലർ സപ്ലൈ ഓഫ് ലേബർ ഈസ് അവൈലബിൾ. അതായത് നമുക്ക് ഒരു ഫാം നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ലേബർ എല്ലാവരുടെ പണി മുടക്കിയാൽ സംഭവം തേഞ്ഞൊട്ടി പോകും. കാര്യം ഒരു ദിവസം പാല് കറക്കാതിരുന്നാൽ മാത്രം മതി. പാല് കറക്കാൻ ആവശ്യത്തിന് ആളെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ അന്ന് അവർ എല്ലാവരുടെ പണി മുടക്കുകയാണ്, തേഞ്ഞു, സംഭവം പരിപാടി മൊത്തം കുളമായി. അതുകൊണ്ട് തന്നെ ഓണസ്റ്റ് ആയിട്ടുള്ള, സത്യസന്ധരായിട്ടുള്ള ലേബർ വേണം. ഇക്കണോമിക് ആയിരിക്കണം. കാര്യം എന്താ, ഇത് വെച്ച് നമ്മൾ കോടിക്കണക്കിന് രൂപയൊന്നുമല്ല ഉണ്ടാക്കുന്നത്. നമ്മളൊരു ഒരു ഫാം റൺ ചെയ്യുകയാണ്. ആ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന പൈസയിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, അവർക്ക് നമ്മൾ കൂലി കൊടുക്കുന്നത്. അതിൽ നിന്ന് നമുക്കൊരു ചില്ലറ പൈസ നമുക്ക് എടുക്കാൻ പറ്റിയാൽ മാത്രമേ നാളെ ഇത് നമുക്ക് റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന ലേബർ എന്തായിരിക്കണം, ഇക്കണോമിക് ആയിരിക്കണം, ഓണസ്റ്റ് ആയിരിക്കണം, അവൻ സത്യസന്ധനായിരിക്കണം. അല്ലെങ്കിൽ പാല് കെട്ടുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അവന് എനിക്ക് കൂലിയില്ല, എനിക്ക് 2 ലിറ്റർ പാല് ഇരിക്കട്ടെ അവൻ കൊണ്ടുപോയാൽ എന്ത് ചെയ്യും അല്ലേ. അപ്പോൾ അവൻ ഓണസ്റ്റ് ആയിരിക്കണം, എക്കണോമിക് ആയിരിക്കണം, സ്കിൽഡ് ആയിരിക്കണം അല്ലേ. സ്കിൽഡ് ലേബർ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ചുമ്മാ ഉള്ള പണിക്കാരനെ കിട്ടിയാൽ മതിയോ? പാല് കറക്കുക അല്ലെങ്കിൽ മിൽക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സ്കിൽഡ് ലേബർ ആണ് അല്ലേ. അപ്പോൾ സ്കിൽഡ് ആയിരിക്കണം. അതുപോലെ റെഗുലർ സപ്ലൈ ഓഫ് ലേബർ ഷുഡ് ബി അവൈലബിൾ വെയർ വി ആർ സെലക്ടിങ് ദ ഫാം പ്രിമിസസ് അല്ലേ. നമ്മൾ ഫാം പ്രിമിസസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഇത്തരത്തിലുള്ള ലേബർ നമുക്ക് അവൈലബിൾ ആവണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, അതായത് നമുക്ക് ഫോണിൻ്റെ കമ്മ്യൂണിക്കേഷൻ വേണം, റേഞ്ച് വേണം. ഇങ്ങനെയുള്ള സാധനങ്ങൾ പെട്ടെന്നൊരു ആവശ്യം വന്നാൽ പുറം ലോകമായിട്ട് ബന്ധപ്പെടാനുള്ള അവസരങ്ങൾ നമുക്ക് ഉണ്ടാകണം. അതുപോലെ ഒബ്റ്റെയിനിങ് ഗുഡ് ക്വാളിറ്റി ലൈഫ് സ്റ്റോക്ക്, ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇതെല്ലാം ഉണ്ടായിട്ട് കാര്യമില്ല. എന്താണ്, നല്ല പശു ഇല്ല എന്നുണ്ടെങ്കിൽ, നല്ല അനിമൽസ് വേറെ എന്തെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ, പശു ആവട്ടെ, കോഴിയാവട്ടെ, ആടാവട്ടെ, നല്ല അനിമൽസ്, ഗുഡ് ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ഇത് നഷ്ടത്തിൽ പോകും അല്ലേ. പ്രോപ്പർ സെലക്ഷൻ ഓഫ് animals with a good production potential is a very important step in starting an animal farm. ഒരു അനിമൽ ഫാം തുടങ്ങുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് നല്ല പൊട്ടൻഷ്യൽ ഉള്ള അനിമൽസിനെ നോക്കി നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഫൈനാൻഷ്യൽ അവൈലബിലിറ്റി നോക്കാം. ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഫൈനാൻഷ്യൽ അവൈലബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലേ, അതെടുത്ത് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ എടുത്തിട്ടായിരിക്കില്ല പലരും ബിസിനസ് തുടങ്ങുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫാം തുടങ്ങുന്നത്. കാരണം എന്താ, നമ്മുടെ കയ്യിൽ ആവശ്യത്തിലേറെ പൈസ ഉണ്ട്, പിന്നെ നമുക്ക് വേറെ കാര്യമുണ്ടോ? ഇല്ല, നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആരാ? ബാങ്കുകളാണ് അല്ലേ. ബാങ്കുകളാണ്, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പോൾ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് പൈസ തരണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കുന്ന പ്രോജക്റ്റ് വയബിൾ ആണെന്ന് അവന് തോന്നണം. നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ആകാൻ പോവുകയാണ്, ഒരു പക്ഷേ നിങ്ങൾ ഭാവിയിൽ ബിസിനസ് തുടങ്ങി കൂടായികയില്ല. വാട്ട് എവർ ബി ദ ബിസിനസ്, എന്തോ ആയിക്കോട്ടെ. ആദ്യം നമ്മൾ അതിൻ്റെ പ്രോഫിറ്റ് പാർട്ടല്ല പഠിക്കേണ്ടത്, അതിൻ്റെ കോസ്റ്റ് പാർട്ടാണ് പഠിക്കേണ്ടത് അല്ലേ. അപ്പോൾ എല്ലാവരും നോക്കുമ്പോഴത്തേക്കും അവന് ഇത്രയും ഫാം ഉണ്ട് പറയുന്നതും പുറത്തു വരുന്ന അവൻ്റെ വിജയഗാഥയായിരിക്കും അല്ലേ. IT ജോലി ഉപേക്ഷിച്ചുകൊണ്ട് ഒരാൾ ഫാമിങ്ങിലേക്ക് കടന്നു, ഒരു വർഷത്തെ വിറ്റുവരവ് 2.5 കോടി 2.5 കോടി ഉണ്ടാക്കുന്നു അവൻ, എങ്കിൽ എനിക്ക് എന്തുകൊണ്ടായിക്കൂടാ? ഇത് മനുഷ്യരിൽ തോന്നലുണ്ടാക്കാനാണ് ഇങ്ങനെ ഒരു ക്ലിക്ക് ബൈറ്റ് കൊടുത്തിട്ട് ഈ സാധനം വിടുന്നത്. ഇവന് 2.5 കോടി വരുമാനം കാണും. പക്ഷേ ഈ 2.5 കോടി വരുമാനം ഉണ്ടാക്കുന്നതിന് പിന്നിൽ അവനിട്ട എഫേർട്ടിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. അതുപോലെ അവൻ എത്ര രൂപ ചെലവാക്കി എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അവൻ ഈ 2.5 കോടി അവൻ എത്ര സമയം കൊണ്ട് അവന് തിരിച്ചെടുക്കാൻ പറ്റും ചിന്തിക്കേണ്ടത്. അതിനകത്തേക്ക് അവൻ എത്രത്തോളം മൂലധനം മുടക്കി എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. ആ മൂലധനം മുടക്കിയിൽ നിന്ന് അവൻ എത്രത്തോളം പ്രോഫിറ്റ് മാർജിൻ വന്നു ചിന്തിക്കണം. ഇങ്ങനെയെല്ലാം ചിന്തിച്ചാൽ മാത്രം പോരാ, പ്രവർത്തിക്കണം അല്ലേ. ഫൈനാൻഷ്യൽ അവൈലബിലിറ്റിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് റിക്വയർഡ് ഫോർ പർച്ചേസ് ഓഫ് ലാൻഡ്. എന്തിനേക്കാണ് നമുക്ക് വേണ്ടത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇഷ്ടംപോലെ എക്സ്പെൻഡിച്ചർ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ സ്ഥാപനം തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും ആവശ്യമായ എക്സ്പെൻഡിച്ചറാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഒന്ന്, ക്യാപിറ്റലിന് മൂലധനം. എന്താ, ആദ്യം നമ്മൾ ലാൻഡ് പർച്ചേസ് ചെയ്യണം. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകും, കുഴപ്പമില്ല.
രണ്ടെന്താ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യണം അല്ലേ, എക്യുപ്മെന്റ്സ് അത് നടത്താൻ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉപകരണങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യണം. മൂന്നെന്താ അനിമൽസിനെ പർച്ചേസ് ചെയ്യണം, വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് അല്ലേ. അതുപോലെ എന്താണ് കൺസ്ട്രക്ഷൻ ഓഫ് ഷെഡ് കൺസ്ട്രക്ട് ചെയ്യണം അല്ലേ. അത്രയും കാര്യങ്ങളാണ് എന്ത് വരുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. പിന്നെ ഇഷ്ടംപോലെ തരത്തിലുള്ള റിക്കറിങ് എക്സ്പെൻഡിച്ചറുണ്ട്, അതായത് പിന്നെയും റിപ്പീറ്റ് ആയിട്ട് വരുന്ന എക്സ്പെൻഡിച്ചർ ഉണ്ട്. എന്തൊക്കെയാണ് റിക്കറിങ് എക്സ്പെൻഡിച്ചർ. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ക്യാപിറ്റൽ നമ്മൾ നോക്കിയാൽ അപ്പോൾ റിക്കറിങ് ഇത്ര തീറ്റ കൊടുത്തത് നമ്മളെല്ലാം സിനിമയിലേടാ ഏതാണ് അക്കരെ 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 ആ സിനിമയിൽ മറ്റേ ശങ്കരടിയുടെ കഥാപാത്രം മോഹൻലാലിനെയും ശ്രീനിവാസനെയും പറ്റിക്കുന്ന ഒരു സംഭവമുണ്ട്. 2 or 3 പാലില്ലാത്ത പശുവിനെ കൊടുത്തിട്ട് ആ ബാങ്ക് ലോൺ അടിച്ചുകൊണ്ട് പോകും അല്ലേ. ബാങ്ക് ലോൺ വെച്ചിട്ട് ആ പൈസയും കൊണ്ട് അയാൾ പോകും. അതായത് ഇച്ചിരി കടല പെണ്ണാക്ക് ഇച്ചിരി പരുത്തിക്കുരു കൊടുത്ത് ഞാൻ ഷെറ പാലെന്ന് പറയില്ലേ ആ സാധനം. അഥവാ ഇവന്മാരെന്താ നോക്കിയത്, അവിടെ റിക്കറിങ് എക്സ്പെൻഡിച്ചർ മാത്രമേ നോക്കിയുള്ളൂ, ബാക്കിയുള്ള എക്സ്പെൻഡിച്ചർ ഒന്നും നോക്കിയില്ല. എക്സ്പെൻഡിച്ചർ നോക്കണം മക്കളെ. എന്താണ് റിക്കറിങ് എക്സ്പെൻഡിച്ചർ ഈസ് ഫോർ ഫീഡ് ഫോഡർ മെഡിസിൻസ് എക്സെട്ര. എന്തിനൊക്കെയാണ് ഈസ് ഫോർ ഫീഡ് ഫോഡർ മെഡിസിൻസ് എക്സെട്ര. ഫീഡിന് ആവശ്യമാണ്, ഫോഡറിന് നമുക്ക് എക്സ്പെൻഡിച്ചർ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ വളർത്തണമെങ്കിൽ അവിടെ ആൾ വേണ്ടേ, അവിടെ പണിയെടുക്കണ്ടേ, അത് എക്സ്പെൻഡിച്ചർ അല്ലേ, കൂട്ടണം. അതുപോലെ എന്താണ് മെഡിസിൻസ് വാങ്ങണ്ടേ, അത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കാര്യങ്ങളാണ് റിക്കറിങ് എക്സ്പെൻഡിച്ചർ വരുന്നത്. ഇത്രയൊന്നും അല്ല, ഒരുപാടുണ്ട്. നോക്കാം. The farmer has to prepare a project report certified by a qualified person for getting bank loans. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ബാങ്ക് ലോൺ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കണം. അതായത് ഞാൻ ഇത്ര പ്രോജക്റ്റ് റിപ്പോർട്ട് തുടങ്ങാൻ പോകുന്നതിൻ്റെ ഹെഡിങ് ഉണ്ടാകും. ആദ്യം എന്താണ്, ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് എ ഫാം കണ്ടെയ്നിങ് 100 അനിമൽസ് ഉള്ള ഫാമിന് ഞാൻ തുടങ്ങാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും ആ പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ പ്രധാനപ്പെട്ട ആസ്പെക്റ്റുകൾ. നിങ്ങളാണ് ബാങ്ക് ലോൺ പാസ്സാക്കി അയക്കുന്ന ബാങ്ക് മാനേജർ എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് എന്തൊക്കെ വേണം. അപ്പോൾ ഫസ്റ്റ് ലാൻഡ് റിക്വയർമെൻറ്റ്. 100 അനിമൽസിനെ വളർത്താൻ എനിക്ക് ആവശ്യമായ ലാൻഡ് ഇത്ര, എൻ്റെ കയ്യിൽ ഇത്രയും ലാൻഡ് ഉണ്ട്, ആ ലാൻഡിൻ്റെ രേഖകൾ. ലാൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ലാൻഡ് പർച്ചേസ് ചെയ്യാൻ ആവശ്യമായിട്ട് ലോൺ, അത് വെച്ചിട്ട് ഒരിക്കലും ഫാം തുടങ്ങാൻ ഒരുത്തൻ ലോൺ തരില്ല. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ തന്നെ മീറ്റ് ചെയ്യേണ്ടി വരും മിക്കവാറും, മോസ്റ്റ് പ്രോബബിളി. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ വരാം. ഇനി അൺകേസ് അങ്ങനെ അല്ല, നല്ലൊരു ലാൻഡ് നമ്മൾ കണ്ടുവച്ചു, ഇതിന് ഇത്ര പൈസയെ വരുള്ളൂ, അതിന് വേണ്ടി പ്രത്യേകം ലോൺ എടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ, അത് ലാൻഡിന് വേണ്ടി പ്രത്യേകം ലോൺ എടുക്കേണ്ടി വരും. എന്തായാലും ലാൻഡ്. അപ്പോൾ എന്തൊക്കെയാണ് അടുത്ത എക്സ്പെൻഡിച്ചർ വരിക, പിന്നെ വരുന്ന അനിമൽസിനെ പർച്ചേസ് ചെയ്യണം. എനിക്ക് 100 അനിമൽസിൽ വാങ്ങണം, അതിനുവേണ്ടി ഒരുപക്ഷെ എൻ്റെ കയ്യിൽ ഇത്ര പൈസയുണ്ട്, അല്ലെങ്കിൽ ഒരു അനിമലിന് ഇപ്പോൾ വരുന്ന മാർക്കറ്റ് വാല്യൂ ഇത്രയാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ വാങ്ങാൻ പോകുന്നത് 100 അനിമൽസിനെ വാങ്ങാൻ പോകുമ്പോഴത്തേക്ക് എനിക്ക് ഇത്ര പാലുള്ള പശുവിന് വേണം, അപ്പോൾ ഇത്ര പാലുള്ള പശുവിന് മാർക്കറ്റ് വാല്യൂ ഇത്ര. ഓക്കെ, അപ്പോൾ അതിൻ്റെ പൈസയായി. പിന്നെന്താണ് കൺസ്ട്രക്ഷൻ കോസ്റ്റിന് ആവശ്യമായിട്ട് വരുന്നത്, നമുക്ക് ഇന്ന രീതിയിൽ ചെയ്യാൻ പറ്റും, ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന കാര്യം, അതെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ കോസ്റ്റ്. അപ്പോൾ അത് കോസ്റ്റ് പാർട്ട് മാത്രം പഠിച്ചാൽ പോരാ, കോസ്റ്റ് മൊത്തം നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത്ര ടോട്ടൽ എത്രയാണ് നമ്മളവിടെ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നതിൻ്റെ എത്ര ശതമാനം, 10-11% നമുക്ക് പലിശ അടയ്ക്കേണ്ടി വരും. മനസ്സിലായില്ലേ. പിന്നെ അതിൻ്റെ കൂടെ മുതലടയ്ക്കേണ്ടി വരും. മനസ്സിലായ, മുതലടയ്ക്കണം, പലിശ കൂടി അടയ്ക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ ഒരു 14-15% നമുക്ക് റിട്ടേൺസ് എൻഷുർ ചെയ്യണം അല്ലേ. ഈ 100 പശുക്കളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന പാൽ ഇത്ര, ആ പാൽ എത്രയാണോ അതിന് കുറച്ചിടുക. നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും നമ്മൾ ഒരു സേഫ് സോണിൽ നിന്ന് കളിക്കണം. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും റിസ്ക് വരാൻ പാടില്ല. നമ്മൾ ഒരെണ്ണത്തിന് ഒരു 14 ലിറ്റർ പാല് പ്രതീക്ഷിക്കുമ്പോൾ 10 ഇടാവൂ. മനസ്സിലല്ലേ. 10 ഇട്ടിട്ട് നമ്മൾ എന്ത് പറയണം, എന്തായാലും സാറേ നമ്മൾ പറയണം, നമ്മൾ ഒരു 14 ലിറ്റർ പാലുള്ള പശുവിനെ നമുക്ക് ഈ പൈസയ്ക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ 10 മാത്രമേ ഇട്ടിട്ടുള്ളൂ. 10 മാത്രം ഇട്ടിട്ട് പോലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ ലോൺ അടയ്ക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ ഈ പറഞ്ഞ ലേബറിൻ്റെ കോസ്റ്റ്, ഇത്ര ലേബർ വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അവർക്ക് ഇത്ര കൂലി കൊടുത്താൽ മതി, ഇത്രയും പേരെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ പ്രോജക്റ്റ് പ്രിപ്പയർ ചെയ്യണം. ഈ പറഞ്ഞ പ്രോജക്റ്റ് ഒരു ക്വാളിഫൈഡ് പേഴ്സൺ, ഒരു വെറ്റിനറിയൻ ആയിരിക്കും, അയാൾ സർട്ടിഫൈ ചെയ്താൽ മാത്രമേ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ, ബാങ്ക് ലോൺ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. മനസ്സിലായില്ലേ. ഫൈനാൻഷ്യൽ അവൈലബിലിറ്റി ഇസ് ആൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ഒരു ഫാം തുടങ്ങുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് മക്കളെ? ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ നോക്കാൻ സൈസ് ആൻഡ് സ്ലോപ്പ് ഓഫ് ഏരിയ നോക്കണം അല്ലേ. ഏരിയ ഓഫ് ദ ഫാം ഷുഡ് ബി ആഡിക്വേറ്റ് സൈസ്, യൂഷ്വലി 1 to 2 ഏക്കർ വേണം. സാധാരണ സ്ക്വയർ ഷേപ്പാണെങ്കിൽ നല്ലത്. ഡ്രെയിനേജ് ആൻഡ് ടോപ്പോഗ്രാഫി എടുക്കുമ്പോഴത്തേക്കും മണ്ണ് നല്ല പോറസ് ആയിരിക്കണം, നീർവാർച്ച ഉണ്ടായിരിക്കണം, സ്ലോപ്പ് ഉണ്ടായിരിക്കണം. അബ്രപ്റ്റ് ആയിട്ടുള്ള സ്ലോപ്പ് നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ എന്താണ് നമ്മുടെ സ്ഥലം റിമെയിൻ ഡ്രൈ ആയിരിക്കാനും അതുപോലെ നമ്മുടെ ഈ പറഞ്ഞ പോലെ വേസ്റ്റ് വാട്ടറൊക്കെ ഒലിച്ചു പോകാനും വേണ്ടിയിട്ടാണ്. വാട്ടർ സപ്ലൈ എന്തുണ്ടായിരിക്കണം, പ്ലെൻറ്റി ആൻഡ് ചീപ്പായിട്ട് വാട്ടർ കിട്ടണം. മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റ് നമുക്ക് അടുത്തുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് കുറച്ച് ഗുണങ്ങളുണ്ട്. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ, ഇലക്ട്രിസിറ്റി അവൈലബിൾ ആയിരിക്കണം. അതുപോലെ പിന്നെ എന്താണ് ലേബർ എന്ന് പറയുമ്പോൾ ഓണസ്റ്റ്, എക്കണോമിക് ആൻഡ് സ്കിൽഡ് ആൻഡ് റെഗുലർ സപ്ലൈ ഓഫ് ലേബർ ഈസ് എസെൻഷ്യൽ. അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. ഒബ്റ്റെയിനിങ് ഗുഡ് ക്വാളിറ്റി ലൈഫ് സ്റ്റോക്ക്, അനിമൽസിനെ സെലക്ട് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ്. അതുപോലെ ഫൈനാൻഷ്യൽ അവൈലബിലിറ്റിയിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോണൊക്കെ റൈസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് പുതിയ പുസ്തകത്തിൽ നിന്നാണ് ടൈപ്സ് ഓഫ് ലൈഫ് സ്റ്റോക്ക് ഹൗസിംഗ് ആണ്. നോക്കാം.
ഫസ്റ്റ് വൺ ലൂസ് ഹൗസിംഗ്, രണ്ടാമത് കൺവെൻഷണൽ ഹൗസിംഗ്. ഇവ ഇന്ത്യയിൽ നിലവിലുള്ള ഹൗസിംഗ് സിസ്റ്റത്തെ കുറിച്ച് മാത്രമേ നമ്മുടെ പുതിയ പുസ്തകം പറയുന്നുള്ളൂ. നിങ്ങളത് മനസ്സിലാക്കാവൂ. എന്താണ് ലൂസ് ഹൗസിംഗ്, രണ്ട് കൺവെൻഷണൽ ഹൗസിംഗ്. അപ്പോൾ ഈ കൺവെൻഷണൽ ഹൗസിംഗും ലൂസ് ഹൗസിംഗും നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പോകും. സിംഗിൾ റോ സിസ്റ്റവും ഡബിൾ റോ സിസ്റ്റവും അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അതുപോലെ അതിൽ തന്നെ ഡബിൾ റോയിൽ ടെയിൽ ടു ടെയിൽ സിസ്റ്റവും ഹെഡ് ടു ഹെഡ് സിസ്റ്റവും ഉണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇതിനേക്കാളും മുന്നേ ഒരു സിസ്റ്റം കൂടെ നമ്മുടെ പഴയ പുസ്തകത്തിൽ പഠിക്കണം. പഴയ പുസ്തകം എന്ന് പറയുമ്പോൾ നമ്മളെ ശരിക്കുള്ള പുസ്തകത്തിൽ പഠിക്കാനുണ്ട്. അതാണ് എന്ത് ഫ്രീ റേഞ്ച് സിസ്റ്റം. സിസ്റ്റംസ് ഓഫ് റിയറിംഗിൽ ഫ്രീ റേഞ്ച് ഒരു PYQ എന്ന് ചോദിച്ചിട്ടുണ്ട്. നോക്കാം എന്താ ഫ്രീ റേഞ്ച് സിസ്റ്റം അല്ലെങ്കിൽ എക്സ്റ്റെൻസീവ് സിസ്റ്റം. നോക്കൂ, ഫ്രീ റേഞ്ച് സിസ്റ്റത്തിന്റെ മറ്റൊരു പേരാണ് എക്സ്റ്റെൻസീവ് സിസ്റ്റം. എക്സ്റ്റെൻസീവ് ഫ്രീ റേഞ്ച് തുറന്ന് കിടക്കുന്ന, കണ്ടോ, കിലോമീറ്റർ കണക്കിന് ഇത്രയും സ്ഥലം അവിടെയുണ്ട്. അത് ഓസ്ട്രേലിയ പോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇത്തരത്തിൽ ഫ്രീ റേഞ്ച് സിസ്റ്റം നടപ്പിലാക്കുക. ഇന്ത്യയിൽ ഫ്രീ റേഞ്ച് സിസ്റ്റം ഇല്ല എന്ന് തന്നെ പറയാം. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ പോലെ രാത്രി മാത്രം അനിമൽസ് വന്ന് നിൽക്കുകയും പകൽ സമയത്ത് മേഞ്ഞിറക്കാൻ ചെയ്യുന്ന ചില നമ്മുടെ ഗവൺമെൻറ് ഓൺഡ് ആയിട്ടുള്ള പല കോർപ്പറേഷൻസിൻ്റെയൊക്കെ സ്ഥലത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടേക്ക് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് എക്സാക്ട്ലി ഫ്രീ റേഞ്ച് സിസ്റ്റം ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നോക്കാം. ഇറ്റ് ഈസ് പ്രാക്ടീസ് ഇൻ കൺട്രീസ് വെയർ ലാൻഡ് ഈസ് അവൈലബിൾ ഇൻ പ്ലെൻറ്റി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ലാൻഡ് അവൈലബിൾ ഇൻ പ്ലെൻറ്റി, അല്ലെ പ്ലെൻറ്റി ഓഫ് ലാൻഡ് ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം ഏതെന്ന് ചോദിക്കാം. എന്താണ് ഉത്തരം? എക്സ്റ്റെൻസീവ് സിസ്റ്റം, ഇൻറ്റൻസീവ് സിസ്റ്റം, സെമി ഇൻറ്റൻസീവ് സിസ്റ്റം, ഫ്രീ റേഞ്ച് സിസ്റ്റം. ഇങ്ങനെയൊക്കെ വന്നാൽ എക്സ്റ്റെൻസീവും ഫ്രീ റേഞ്ചുമാണ് ശരിയായ ഉത്തരം, അല്ലേ? എന്താണ്? ഇറ്റ് ഈസ് പ്രാക്ടീസ് ഇൻ കൺട്രീസ് വെയർ ലാൻഡ് ഈസ് അവൈലബിൾ ഇൻ പ്ലെൻറ്റി, അല്ലേ? അതുപോലെ എന്താണ്? ഫോഡർ അവൈലബിൾ ത്രൂ ഔട്ട് ദ ഇയർ. ഉദാഹരണം ഓസ്ട്രേലിയ. അതായത് നമുക്കാണെങ്കിൽ ഇവിടെ ഫോഡർ എപ്പോഴും ഉണ്ടാവൂല, അല്ലേ? കാരണം എന്താണ്? ഇവിടെ ഉണക്ക് സമയം വരുമ്പോഴത്തേക്ക്, അതുപോലെ മഞ്ഞ് സമയം വരുമ്പോഴത്തേക്ക് ഫോഡറൊക്കെ നശിച്ചു പോകും, അല്ലേ? അതേസമയം നമ്മൾ ഈ പറഞ്ഞ പോലെ മഴക്കാലത്താണെങ്കിൽ ഇഷ്ടം പോലെ ഫോഡർ ഉണ്ടായിരിക്കും, നല്ല ഇഷ്ടം പോലെ എന്താണ് പുല്ല് മുളച്ചു വരും. ഇവിടെ അങ്ങനെയല്ല. എന്താണ്? ഇത് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, സ്ഥലത്തിന് വലിയ വിലയൊന്നുമില്ല, അവിടെ എന്താണ് ആൾക്കാരാണ് കുറവ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഫ്രീ റേഞ്ച് സിസ്റ്റം നമുക്ക് ചെയ്യാൻ പറ്റും. ലാൻഡ് ഈസ് അവൈലബിൾ ഇൻ പ്ലെൻറ്റി, അതുപോലെ ഫോഡർ ഈസ് അവൈലബിൾ ത്രൂ ഔട്ട് ദ ഇയർ. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഫോഡർ ത്രൂ ഔട്ട് ദ ഇയർ ഉണ്ടായിരിക്കണം. രണ്ടെന്താണ്? ലാൻഡ് ഇഷ്ടം മാതിരി അവൈലബിൾ ആകണം. അതുപോലെ അനിമൽസ് ആർ ആൾവേസ് ലെറ്റ് ലൂസ് ഇൻ എ ലാർജ് പാസർ ലാൻഡ്. എപ്പോഴും തുറന്നു വിട്ടേക്കും അനിമൽസിനെ, മനസ്സിലായോ? അതിനെ ഞാൻ ലാർജ് പാസർ ലാൻഡിൽ തുറന്നിട്ടേക്കും. വാട്ടറിംഗ് പോയിന്റ്സ് ആൻഡ് ഷെൽട്ടേഴ്സ് ആർ ലൊക്കേറ്റഡ് കൺവീനിയൻറ്റ് പ്ലേസസ്. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ കുഞ്ഞു വെള്ളം കുടിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കും, കുഞ്ഞു ഷെൽട്ടേഴ്സും ഉണ്ടായിരിക്കും. വേണമെങ്കിൽ അവിടെ വന്ന് വിശ്രമിക്കാം. ഇത്രയേ ഉള്ളൂ. മിൽക്കിംഗ് ഈസ് ഡൺ ഇൻ ദ പാസ്ചർ ലാൻഡ് ഇറ്റ് സെൽഫ്. ദിസ് ഈസ് ദ ചീപ്പസ്റ്റ് മെത്തേഡ്. ഓപ്ഷൻ തീർന്നില്ല. ചീപ്പസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെൻ ലാൻഡ് ഈസ് അവൈലബിൾ ഇൻ പ്ലെൻറ്റി. ലാൻഡ് ഉള്ള സ്ഥലത്ത്, ചീപ്പായിട്ട് ലാൻഡ് കിട്ടുന്ന സ്ഥലത്ത് മാത്രമേ ചെയ്യത്തുള്ളൂ, അല്ലേ? നോക്കൂ, മിൽക്കിംഗ് എവിടെയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കാൻ വേണമെങ്കിൽ എന്താണ്? എക്സ്റ്റെൻസീവ് സിസ്റ്റത്തിൽ മിൽക്കിംഗ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ പാസ്ചർ ലാൻഡിൽ തന്നെയാണ്. അതിനുവേണ്ടി പ്രത്യേകം മിൽക്കിംഗ് പാർലറില്ല, വേറെ പ്രത്യേക സ്ഥലങ്ങളൊന്നുമില്ല. അവിടെ വെച്ച് തന്നെ ഈ പറമ്പിൽ വെച്ച് തന്നെ മിൽക്ക് ഔട്ട് ചെയ്യും. അതുപോലെ ദിസ് ഈസ് ദ ചീപ്പസ്റ്റ് മെത്തേഡ്. ചോദിക്കാൻ കൊള്ളാവുന്നുള്ള സംഭവമാണ് ചീപ്പസ്റ്റ് മെത്തേഡ്. എന്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു? ഫ്രീ റേഞ്ച് സിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അല്ലേ? ലാൻഡ് ചീപ്പായ സ്ഥലത്തേക്ക് നടക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ കെട്ടിയിട്ട് വളത്തിനേക്കാളും ചീപ്പ് എന്താണ്? അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതിനെ കെട്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്നതിനേക്കാളും കമ്പാരിറ്റീവ്ലി ചീപ്പ് എന്താണ്? എന്താണ്? ഫ്രീ റേഞ്ച് സിസ്റ്റമാണ്. അതിൻ്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പ്രൊഡക്ഷൻ ഓഫ് ക്ലീൻ മിൽക്ക് ഈസ് നോട്ട് ഈസി. ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിൽക്കിൻ്റെ ക്വാളിറ്റിയൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടും. അതുപോലെ അപ്പോൾ എന്താണ്, നമുക്ക് ഒരു ഷെഡിനകത്താണ് കിട്ടണമെങ്കിൽ കൃത്യമായിട്ട് ഇതിനെ നന്നായിട്ട് നോക്കാൻ പറ്റും, അല്ലേ? അതിൻ്റെ അസുഖങ്ങൾ കുറച്ച് വയ്ക്കാൻ പറ്റും, ഡിസീസ് സ്പ്രെഡ് കുറയ്ക്കാൻ പറ്റും, അതിൽ കുറേ കാര്യങ്ങൾ, ഒത്തിരി ഗുണങ്ങളുണ്ട്. അതുപോലെ നമുക്ക് കഴുകി കറക്കാൻ പറ്റും. അതുപോലെ മിൽക്കിംഗ് മെഷീനൊക്കെ എടുക്കാൻ പറ്റും. മിൽക്കിംഗ് മെഷീൻ ഇതിൻ്റെ പുറകെ ഓടാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ ഈസ് നോട്ട് ഈസി ഇൻ എവിടെ? എക്സ്റ്റെൻസീവ് സിസ്റ്റം അല്ലെങ്കിൽ ഫ്രീ റേഞ്ച് സിസ്റ്റത്തിൽ. ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് കൃത്യമായിട്ട് ഞാൻ ചാർട്ട് വരച്ച് പറഞ്ഞു തരും. ആ ചാർട്ട് നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. അത് നോക്കി വെച്ചാലേ പറ്റത്തുള്ളൂ. നോക്കൂ, എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? ലേബർ റിക്വയർമെൻറ്റ് ഈസ് ലെസ്, അല്ലേ? കുറച്ച് ആൾക്കാർ മതി പണിക്ക്. 100 പശുവിനെ വളർത്താൻ വേണ്ടി ഒരുപാട് ആൾക്കാരുടെ പണി ആവശ്യമില്ല. കാരണം ചാണകം കൊണ്ടുപോകാനും ചാണകം വാരാനും കുളിപ്പിക്കാനും കഴുകാനും ഒന്നും അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ ഫോഡർ വളർത്താനും ഫോഡറിൻ്റെ പോയി കൃഷി ചെയ്യാനെന്നുള്ള ആളുടെ ആവശ്യമില്ല. അത് പോയി തിന്നോളും. ലേബർ റിക്വയർമെൻറ്റ് കുറവാണ്. 2,
ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കുറവാണ്. എന്താ കാര്യം? നമുക്ക് അതിനുവേണ്ടി പ്രത്യേകം സ്ഥലം വാങ്ങണ്ട, സ്ഥലം ഇഷ്ടംപോലുള്ള സ്ഥലങ്ങളിൽ ഇത് വർക്കൗട്ട് ആവത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്താണ്? അതിനുവേണ്ടി പ്രത്യേകിച്ച് വലിയ ഷെഡുകൾ പണിയണ്ട, അല്ലേ? അതൊക്കെയാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിൽ വരുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കുറവാണ്. മൂന്നെന്താണ്? ഫീഡ് കോസ്റ്റ് കുറവാണ്. കാര്യം എന്താ? ഈ ആനിമൽസ് കൂടുതലും ആശ്രയിക്കുന്ന പാസ്ചർ ലാൻഡിലുള്ള പുല്ലായിരിക്കും ആശ്രയിക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ ഇഷ്ടംമാതിരി പുല്ല് കിട്ടുമ്പോഴത്തേക്കും ഫീഡ് കോസ്റ്റ് വളരെ വളരെ കുറഞ്ഞിരിക്കും. അതുപോലെ എക്സലന്റ് സിസ്റ്റം ഇൻ ടേംസ് ഓഫ് ആനിമൽ വെൽഫെയർ ആസ് ആനിമൽസ് ക്യാൻ എക്സിബിറ്റ് ദെയർ നാച്ചുറൽ ബിഹേവിയർ ടു ദ ഫുള്ളസ്റ്റ്. അതായത് ഓടാനും നടക്കാനും ചാടാനും ഇരിക്കാനും കുത്തിമറിയാനും, അല്ലേ? എന്തൊക്കെ നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടോ നമ്മളെ അങ്ങ് തുറന്നങ്ങ് അഴിച്ചു വിട്ടാൽ നമ്മൾ എന്തൊക്കെ ചെയ്യും? അല്ലെങ്കിൽ പോട്ടെ, നമ്മളെ വീട്ടിൽ ആരും ഇല്ലാത്തൊരു ദിവസമാണെന്ന് വെച്ചോ, നിങ്ങൾ എന്തൊക്കെ ചെയ്യും? ഒരു പക്ഷേ വീട്ടിലൊന്നും ചെയ്യണമെന്നില്ല, എന്നാലും നമ്മൾ ആരും എങ്ങനെ ശരിക്കുള്ള നമ്മളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്ന എപ്പോഴാണ്? നിങ്ങൾ ആരും വാച്ച് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുള്ളപ്പോഴത്തേക്ക് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നുവോ അതാണ് ശരിക്കുള്ള നിങ്ങൾ. ഇപ്പോൾ നിങ്ങൾ എന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ശരിക്കുള്ള ഞാനല്ല ഇവിടെ നിൽക്കുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ എന്നെ ക്യാമറ കണ്ണുകൾ വാച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ പുറത്ത് ഓഫീസിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് അവരെന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കുള്ള ഞാൻ ആ സമയത്തായിരിക്കത്തില്ല. എന്നെ ആരും വാച്ച് ചെയ്യാതിരിക്കുന്ന സമയത്ത് സോളോ ടൈമിലായിരിക്കും ശരിക്കുള്ള നമ്മളിന്ന് പുറത്ത് വരുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്താണ്? ഫ്രീ റേഞ്ച് സിസ്റ്റത്തിൽ അവൻ ആരും വാച്ച് ചെയ്യാനില്ല, അവൻ ആരും റെസ്ട്രിക്ട് ചെയ്യാനില്ല. എക്സലന്റ് സിസ്റ്റം ഇൻ ടേംസ് ഓഫ് ആനിമൽ വെൽഫെയർ ആസ് ആനിമൽസ് ക്യാൻ എക്സിബിറ്റ് ദെയർ നാച്ചുറൽ ബിഹേവിയർ ടു ദ ഫുള്ളസ്റ്റ്. പൂർണ്ണമായിട്ടും അവരുടെ നാച്ചുറൽ ബിഹേവിയർ പുറത്തെടുക്കാൻ അവരെ സഹായിക്കുന്ന തരത്തിലുള്ള സിസ്റ്റമാണ് ഫ്രീ റേഞ്ച് സിസ്റ്റം. അതുപോലെ അനിമൽ പ്രൊഡക്ട്സ് ആർ ക്ലെയിംഡ് ടു ഹാവ് മോർ ന്യൂട്രീറ്റീവ് വാല്യൂ ഓർ ക്വാളിറ്റി. അതായത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അഴിച്ചു വിട്ട് വളർത്തുന്ന കോഴിക്ക് കിട്ടുന്ന മുട്ടയ്ക്ക് ഭയങ്കര ക്വാളിറ്റി കൂടുതലായിരിക്കുമെന്ന്. അത് ശരിയാണോ തെറ്റാണോ എന്ന് വെച്ചാൽ അതിനകത്ത് ഒരുപാട് സയൻറ്റിഫിക് റിസർച്ചൊക്കെ നടത്തിയാലേ പറ്റത്തുള്ളൂ. പിന്നെ അതിൻ്റെ പിറകെ ആരും അങ്ങനെ വലുതായിട്ട് പോയതായിട്ട് എൻ്റെ അറിവില്ല. എന്തായാലും കഴിഞ്ഞ പരീക്ഷ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, നമ്മുടെ മുട്ടയുടെ ക്വാളിറ്റി എടുക്കുമ്പോഴത്തേക്കും അതിൽ ടിൻഡഡ് എഗ്ഗിനും അതുപോലെ വൈറ്റ് എഗ്ഗിൻ്റെ ന്യൂട്രീഷണൽ ക്വാളിറ്റിയും വ്യത്യാസം ഉണ്ടോയെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇല്ല എന്നാണ് അതിൻ്റെ ഉത്തരം. കാരണം എന്താണ്? അതിൻ്റെ കളറ് മാത്രമാണ് മാറിയിരിക്കുന്നത്. നമ്മൾ പറയും എന്താണ്, പുഴുവിനെയും പുല്ലിനെയും ഒക്കെ തിന്നുന്ന ആ ഒരു മുട്ടയിൽ കിട്ടുന്ന ന്യൂട്രീഷണൽ വാല്യൂ എന്തിനുണ്ടാകത്തില്ല? കൈത്തീറ്റ കൊടുത്ത് വളർത്തുന്ന, അല്ലെങ്കിൽ നമ്മൾ വേറെ കൃത്രിമ തീറ്റ. എന്താ കൃത്രിമ തീറ്റ? ചന്ദ്രനിൽ നിന്ന് നേരെ ഇറക്കുമതി ചെയ്യുന്നതാണോ? അല്ല, നമ്മൾ ഈ കാണുന്ന നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന തന്നെയാണ് കൃത്രിമ തീറ്റ. നിങ്ങൾ അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി, അല്ലേ? അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ആനിമൽ പ്രൊഡക്ട്സ് ആർ ക്ലെയിംഡ് ടു ഹാവ് മോർ ന്യൂട്രീറ്റീവ് വാല്യൂ ക്വാളിറ്റി. ക്ലെയിംഡ് ടു ഹാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ന്യൂട്രീറ്റീവ് വാല്യൂ കൂടുതലുള്ളതെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ദേ ആർ ക്ലെയിംഡ് ടു ഹാവ് മോർ ന്യൂട്രീറ്റീവ് വാല്യൂ ഓർ ക്വാളിറ്റി, അല്ലേ? നമ്മളിപ്പോൾ പറയുന്നു ഇതിനൊക്കെ ഞാൻ ഇങ്ങനെ തുറന്നിട്ട് വളർത്തുന്ന മുട്ടയാണ്, ഇത് കിളിയുടെ അല്ലേ കോഴിയുടെ മുട്ടയാണ്, നാടൻ മുട്ടയാണ്, നിങ്ങളിതിന് എനിക്ക് കൂടുതൽ പൈസ തരണം, അല്ലെങ്കിൽ കൂടുതൽ ക്വാളിറ്റി ഉള്ള സാധനമാണ് എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. കൂടുതൽ പൈസ കൊടുക്കാറുണ്ട്, ആൾക്കാർ വാങ്ങാറൊക്കെ ഉണ്ട്. പക്ഷേ അത് ക്ലെയിം മാത്രമാണ് പറയുന്നത്. നോക്കാം, ഇത്രയും കാര്യങ്ങളൊന്ന്, ലേബർ റിക്വയർമെൻറ്റ് കുറവാണ്. 2, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണ്. 3, ഫീഡ് കോസ്റ്റ് കുറവാണ്. അതുപോലെ അനിമലിൻ്റെ നാച്ചുറൽ ബിഹേവിയർ പൂർണ്ണമായിട്ടും പുറത്തെടുക്കാൻ കഴിയും. അതുപോലെ അനിമൽ പ്രൊഡക്ട്സിന് എന്താണ്? കൂടുതൽ ന്യൂട്രീറ്റീവ് വാല്യൂ ഉണ്ടെന്നുള്ള ക്ലെയിം അവിടെ ഉണ്ട്. ഇനി എന്താ ഡിസഡ്വാൻറ്റേജസ്? ലെസ് പ്രൊഡക്ഷൻ. കാര്യം എന്താ? നമുക്ക് കൂടുതൽ കറക്റ്റായിട്ട് തീറ്റ മാനിപ്പുലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ പാലെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് അതിന് കൃത്യമായിട്ട് ഓരോന്നിനും എത്ര കിലോ തീറ്റ കൊടുക്കണമെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തമ്പ് റൂളൊന്നും ആപ്ലിക്കബിൾ ആക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണ്? പ്രൊഡക്ഷൻ ലെസ് ആണ്. അതുപോലെ പ്രൊഡക്ഷൻ നമുക്ക് ഉദ്ദേശിച്ച പോലെ അതിൻ്റെ ഫുള്ളസ്റ്റ് മാക്സിമം ജനറ്റിക് പൊട്ടൻഷ്യൽ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇനി പ്രോബ്ലംസ് വിത്ത് പ്രിഡേറ്റേഴ്സ് ഇരപിടിയന്മാരുടെ പ്രശ്നമുണ്ടാകും. കാരണം എന്ന് പറയുമ്പോൾ ഈ സ്ഥലങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് സ്വന്തം എൻ്റെ സ്ഥലം തന്നെ ആവണമെന്നില്ല, ഒരുപാട് സ്ഥലം ഗവൺമെൻറ് ഉണ്ട്, അവിടെ ഇട്ടാണ് ഞാൻ വളർത്തുന്നത്. അപ്പോൾ അവിടെ ആരുണ്ടാവാം? ഇരപിടിയന്മാരുണ്ടാകാം, അല്ലേ? അതായത് നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചെന്നായയോ മറ്റ് പുലിയോ ഒക്കെ ഉണ്ടാവാം, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവാം. അടുത്തത്, നോട്ട് സ്യൂട്ടബിൾ ഫോർ കൊമേഴ്ഷ്യൽ ഫാമിംഗ് എസ്പെഷ്യലി വെൻ ലാൻഡ് ഈസ് ലിമിറ്റഡ്. അത് നമുക്ക് സ്ഥലം അത്യാവശ്യം കുറവാണ്, സ്ഥലത്തിന് വില കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊമേഴ്ഷ്യൽ ഡയറി ഫാമിങ്ങിന് ഇത് സ്യൂട്ടബിൾ അല്ല. നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ആലോചിച്ച് എഴുതാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അതുപോലെ ഡിഫിക്കൽട്ട് ഇൻ പെർഫോമിംഗ് മിൽക്കിംഗ്, അറ്റൻഡിങ് ഡിസീസ് അനിമൽസ് എക്സെട്ര. അനിമൽസിനെ, ഒരു അനിമലിന് അസുഖമാണ്, അതിനെ പിടിച്ചു കെട്ടി ചികിത്സിക്കണമെന്നുള്ള വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ? അത് കഴുത്തിൽ കയറിടാതെ അലഞ്ഞു കിടക്കുന്ന, അല്ലെങ്കിൽ പാല് കറക്കാൻ നേരത്ത് മാത്രം വരുന്ന അനിമലാണ്. ആ സമയത്ത് വരുമായിരിക്കും, പക്ഷേ അതിനെ ചികിത്സിക്കാൻ വേണ്ടി ഒരു മുറിവുണ്ട്, അത് ഓടുമല്ലേ ചിലപ്പോൾ പിടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ. അതായത് ഒരു ഡിസീസ് അറ്റൻഡ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ മിൽക്കിംഗ് ചെയ്യാനും ചിലപ്പോൾ ബുദ്ധിമുട്ട് നേരിടാൻ സാധ്യതയുണ്ട്. ഇനി ഇൻക്രീസ്ഡ് ചാൻസ് ഓഫ് സ്പ്രെഡിങ് ഡിസീസ് ഫ്രം
വൈൽഡ് ബേർഡ്സ് ഓർ അനിമൽസ്. വൈൽഡ് ബേർഡ്സ്, അനിമൽസ് അല്ലെ, വൈൽഡ് ആയിട്ടുള്ള പല അനിമൽസും ബേർഡ്സും പല അസുഖങ്ങളുടെയും റിസർവോയറുകളാണ്. അവയെ ഇങ്ങനെ വാഹകരാണ്. അവ എന്ത് സംഭവിക്കും? അവ നമ്മുടെ ഈ അനിമൽസുമായി ഇടകലരും. അപ്പോൾ അങ്ങനെ എന്ത് സംഭവിക്കും? അവിടെ നിന്ന് അസുഖം ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. ഇത്രയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്. ഫ്രീ റേഞ്ച് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജുകളും ഡിസഡ്വാൻറ്റേജുകളുമാണ് കൃത്യമായിട്ട് ഈ സാധനം നിങ്ങൾ എഴുതി ഒരു ചാർട്ടാക്കി വെക്കണം. മനസ്സിലായോ? ഇത് ചാർട്ടാക്കണം. നിങ്ങൾ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ചാർട്ടാക്കി വെച്ചാൽ മതി. ചാർട്ടാക്കിയിട്ട് ഇങ്ങനെ ഓരോ വായിച്ചു നോക്കിയാൽ വായിച്ചിട്ട് ആലോചിച്ച് നോക്കണം, ഇത് ശരിയല്ലേ? ശരിയാണ്. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ വേരിയേഷൻ മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ അതിനകത്ത് വരും. ഇനി ലൂസ് ഹൗസിംഗ് സിസ്റ്റം. ഈ ലൂസ് ഹൗസിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ പുതിയ പുസ്തകത്തിലുണ്ട്. എന്താ ഈ ലൂസ് ഹൗസിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇത്രയും ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. സിസ്റ്റംസ് ഓഫ് റിയറിംഗ് ഓഫ് കാറ്റിലെ സെമി ഇൻറ്റൻസീവ് സിസ്റ്റം തന്നെയാണ് എന്ത്? ലൂസ് ഹൗസിംഗ് സിസ്റ്റം. അപ്പോൾ സിസ്റ്റംസ് ഓഫ് റിയറിംഗ് കാറ്റിൽ രണ്ടാമത്തെ സിസ്റ്റമാണ് എന്ത്? സെമി ഇൻറ്റൻസീവ് സിസ്റ്റം. അതിനെ നമ്മൾ എന്ന് വിളിക്കുന്നു? ലൂസ് ഹൗസിംഗ് സിസ്റ്റം എന്ന് വിളിക്കുന്നു. നോക്കാം, അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട പോയിന്റ്സ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരും. അതുപോലെ അതുമായി ബന്ധപ്പെടുത്തി കൂടുതൽ ചോദ്യങ്ങളും പറഞ്ഞുതരും. നോക്കാം. ഇൻ ദിസ് സിസ്റ്റം ഓഫ് ഹൗസിംഗ് ഓഫ് അനിമൽസ്, കണ്ടോ അതിന്റെ ഫോണ്ട് മാറിയത് കണ്ടോ, പുസ്തകം വേറെയാണ്. ഇൻ ദിസ് സിസ്റ്റം ഓഫ് ഹൗസിംഗ് അനിമൽസ് ആർ കെപ്റ്റ് ലൂസ് ഇൻ ആൻ ഓപ്പൺ ഏരിയ ഇൻ ഗ്രൂപ്സ് ഡ്യൂറിംഗ് ദ ഡേ ആൻഡ് നൈറ്റ് എക്സെപ്റ്റ് ഫോർ സ്പെസിഫിക് പർപ്പസ് ലൈക്ക് മിൽക്കിംഗ്, ട്രീറ്റ്മെന്റ് ആൻഡ് ബ്രീഡിംഗ്. എ ലൂസ് ഹൗസിംഗ് ലേഔട്ട് ഹാസ് ആൻ ഓപ്പൺ ഏരിയ ആൻഡ് എ റെസ്റ്റിംഗ് ഏരിയ. നോക്കാം, പാടക്കിൽ വിട്ട് വളർത്തുന്ന രീതി ഏതെന്ന് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇത്രയേ ഉള്ളൂ. ഒരു സ്ഥലം ഉണ്ടായിരിക്കും, കയറി കിടക്കാനും ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരിക്കും, ബാക്കി ഒരു ഓപ്പൺ സ്പേസും ഉണ്ടായിരിക്കും. നോക്കാം, ഈ സിസ്റ്റത്തിൽ എന്താണ്? അനിമൽസ് ആർ കെപ്റ്റ് ലൂസ് ഇൻ ആൻ ഓപ്പൺ ഏരിയ. അതിനെ പാഡക്ക് എന്ന് പറയും. ഓപ്പൺ ഏരിയ ഗ്രൂപ്പായിട്ട് തന്നെ വിടും. അതുപോലെ ഡേയിലും നൈറ്റിലും അതിന് അവിടെയൊക്കെ തന്നെ നിൽക്കാം. അപ്പോൾ എന്താണ്? മിൽക്കിങ്, ട്രീറ്റ്മെൻറ്റ്, ബ്രീഡിങ്, അതുപോലെ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നമ്മൾ എന്ത് ചെയ്യാത്തുള്ളൂ? അതിനെ പിടിച്ച് മാറ്റത്തുള്ളൂ. അതുപോലെ ലൂസ് ഹൗസിംഗ് ലേഔട്ടിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഓപ്പൺ ഏരിയ ഉണ്ടായിരിക്കും, റെസ്റ്റിംഗ് ഏരിയ ഉണ്ടായിരിക്കും. കണ്ടോ, അവിടെ ഓപ്പൺ ഏരിയ ഉണ്ട്, റെസ്റ്റിംഗ് ഏരിയ ഉണ്ട്. ദ ഓപ്പൺ ഏരിയ ഹാസ് എ കവേർഡ് ഷെയ്ഡ് ഓൺ വൺ സൈഡ് അണ്ടർ വിച്ച് ദ അനിമൽസ് ക്യാൻ റിട്ടയർ ഡ്യൂറിങ് എക്സസീവ് ഹീറ്റ്. അതിന് റെസ്റ്റിംഗ് ഏരിയ എന്ന് പറയുന്നത് കോൾഡ്, റെയിൻസ് എക്സെട്ര. അപ്പോൾ ഓപ്പൺ ഏരിയ ഉണ്ടാവും, ഒരു സൈഡിൽ റെസ്റ്റിംഗ് ഏരിയ ഉണ്ടായിരിക്കും. എന്തിനായി റെസ്റ്റിംഗ് ഏരിയ വെച്ചിരിക്കുന്നത്? ദേ ക്യാൻ റിട്ടയർ, അവർക്ക് റിട്ടയർമെന്റ് എടുക്കാൻ, ഒന്ന് മാറി നിൽക്കാൻ, ഒന്ന് കിടക്കാൻ. എപ്പോൾ വലിയ ചൂടുണ്ട്, ചൂടൊന്ന് മാറി നിൽക്കണം. കോൾഡ്, വലിയ തണുപ്പുണ്ട്, അവിടെ നിന്ന് മാറി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് കിടക്കണം. ഒന്ന് റെയിൻ ഉണ്ട് അല്ലെ, മഴയെന്ന് മാറി നിൽക്കണം. അതിനൊക്കെ വേണ്ടിയാണ് റെസ്റ്റിംഗ് ഏരിയ കൊടുക്കുക. In this system of housing, feed and fodder is offered in a common manger and water is provided in a common water trough. അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് ഫീഡ് കൊടുക്കുന്നില്ല, ഇൻഡിവിജ്വൽ ആയിട്ട് എന്താണ് നമുക്ക് വാട്ടറും കൊടുക്കുന്നില്ല. അത് രണ്ടും കോമൺ ആയിട്ടാണ് കൊടുക്കുന്നത്. അവിടെയും ഒരു പ്രശ്നമുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇൻഡിവിജ്വൽ മോണിറ്ററിംഗ് ഓഫ് കൗവിന്റെ പ്രൊഡക്ഷൻ നമുക്ക് അവിടെ മോണിറ്റർ ചെയ്തുകൊണ്ട് പ്രത്യേകം തീറ്റ കൊടുക്കാൻ എവിടെയും പറ്റത്തില്ല. ലൂസ് ഹൗസിംഗ് സിസ്റ്റത്തിലും പറ്റത്തില്ല. കാരണം എന്താണ്? കോമൺ മേഞ്ചറാണ് വാട്ടറിനും അതുപോലെ ഫീഡിനും ഉള്ളത് അല്ലേ? അതുപോലെ ടോട്ടൽ ഏരിയാസ് പ്രൊട്ടക്ട് ബൈ എ കോമ്പൗണ്ട് വാൾ ഓർ ഫെൻസിങ് ഓഫ് മിനിമം 5 feet ഹൈറ്റ്. 5 അടി ഉയരം. 5 അടി ഉയരം. ഒരു മനുഷ്യൻ്റെ ഏകദേശം, എനിക്കൊരു 5 അടി 6 ഇഞ്ചാണ് എൻ്റെ പൊക്കം, എൻ്റെ അത്രയും ഉയരമുള്ള ഒരു ഫെൻസിങ് കൊടുത്തിരിക്കണം. എന്തിനാണ്? പുറമേന്ന് പട്ടിയോ മറ്റുള്ള അനിമൽസ് ഒന്നും അതിക്രമിച്ച് കയറാതിരിക്കാൻ വേണ്ടി. ഇത് മറ്റേ പുസ്തകത്തിലും ഈ പുസ്തകത്തിലും 5 അടി തന്നെയാണ്. അതൊരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ നോക്കൂ, ലൂസ് ഹൗസിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അഴിച്ചു വിട്ടേക്കുകയാണ് ചെയ്യുന്നത്. അവിടെ എന്തില്ല? അത് ഫ്രീ ഇൻറ്റൻസീവ് എന്ന് പറയുമ്പോഴത്തേക്കും പുറമേ എന്തില്ല? ഓപ്പൺ വാൾ അല്ലെങ്കിൽ പറഞ്ഞ ഫെൻസിങ് ഒന്നും ഇല്ല. നേരത്തെ പറഞ്ഞ ഇൻറ്റൻസീവ് അല്ല, എക്സ്റ്റൻസീവ് അല്ലെങ്കിൽ എന്താണ്? ഫ്രീ റേഞ്ച് സിസ്റ്റം അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല. എന്താണ്? പുറമേ ഏത് അനിമൽസിനോട് കയറി വരാം അതിനകത്തോട്ടൊക്കെ, അതിനകത്തല്ല, അങ്ങോട്ട് കയറി വരാം. ഇവിടെ അങ്ങനെയല്ല. ഒരു 5 അടി ഉയരമുള്ള ഒരു കോമ്പൗണ്ട് വാൾ അല്ലെങ്കിൽ ഫെൻസിങ് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. അതുപോലെ സെപ്പറേറ്റ് മിൽക്കിംഗ് പാർലർ വിത്ത് ഫെസിലിറ്റീസ് ഫോർ മിൽക്കിംഗ് ഓഫ് അനിമൽസ് ഉണ്ടായിരിക്കും അവിടെ അല്ലേ? മിൽക്കിംഗ് പാർലർ ഉണ്ടായിരിക്കും. മറ്റേതാണെങ്കിൽ എന്താണ്? എക്സ്റ്റൻസീവ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? മിൽക്കിംഗ് ഷുഡ് ബി ഡൺ ഇൻ ദ ഒരു സ്ഥലത്ത് തന്നെയാണ് അല്ലേ? ഒരു ഓപ്പൺ ഏരിയയിൽ മിൽക്കിംഗ് ചെയ്യുന്ന ഇവിടെ മിൽക്കിംഗ് പാർലർ ഉണ്ടായിരിക്കും. അതുപോലെ ദിസ് സിസ്റ്റം ഈസ് ഐഡിയൽ ഫോർ ഏരിയാസ് ഓഫ് ലോ റെയിൻഫോൾ സച്ച് ആസ് ദ സ്റ്റേറ്റ്സ് പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, വെസ്റ്റേൺ ഉത്തർപ്രദേശ്, പാർട്സ് ഓഫ് ഗുജറാത്ത്, മധ്യപ്രദേശ് ആൻഡ് മഹാരാഷ്ട്ര. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്താ പ്രത്യേകത? അവിടെ എന്താണ്? ലോ റെയിൻഫാൾ അല്ലേ? എന്താണ്? റെയിൻഫാൾ താരതമ്യേന കുറവായ സ്ഥലങ്ങളിലാണ് ഇത് നമുക്ക്
കൂടുതൽ പറ്റുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാൻ പറ്റുന്നതാണ്. എന്താണ് നോക്കാം. ലൂസ് ഹൗസ് സിസ്റ്റം ഈസ് ഐഡിയൽ ഫോർ വിച്ച് ഏരിയാസ്? വേണമെങ്കിൽ സ്ഥലങ്ങളുടെ പേര് ചോദിക്കാം. അല്ലെങ്കിൽ ലോ റെയിൻഫാൾ കുറഞ്ഞ സ്ഥലങ്ങളിൽ ഐഡിയൽ ആയിട്ടുള്ള സിസ്റ്റം ഓഫ് ഹൗസിംഗ് ഏത് എന്ന് ചോദിച്ചാൽ ലൂസ് ഹൗസിംഗ് സിസ്റ്റമാണ്. തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് ഏകദേശം പഞ്ചാബ്, ഹരിയാന അതൊന്നും നിങ്ങൾ നോക്കണ്ട, അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, നിങ്ങളെല്ലാം കാണാൻ പഠിച്ച് വെക്കണ്ട. In other areas, this system can be used after making minor modifications as per the requirement. മറ്റുള്ള ഏരിയാസ്, ഇൻ കേസ് ഓഫ് കേരളയിൽ നല്ല റെയിൻഫാൾ ആണ്, അവിടെ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മൈനർ ആയിട്ടുള്ള മോഡിഫിക്കേഷൻസ് ഈ ഒരു സിസ്റ്റത്തിൽ കൊണ്ടുവരേണ്ടതായിട്ട് വരും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ റെസ്റ്റിംഗ് ഏരിയയ്ക്ക് കുറച്ച് വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഏരിയ അവർക്ക് കുറച്ച് കൂടുതൽ സമയം ഈ മഴയൊക്കെ കയറി നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ട് വരും. അതിനാണ് മൈനർ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മറ്റുള്ള ഏരിയാസിൽ മൈനർ മോഡിഫിക്കേഷനിലൂടെ നമുക്ക് ലൂസ് ഹൗസിംഗ് സിസ്റ്റം നടപ്പിലാക്കാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കണം? ലൂസ് ഹൗസ് സിസ്റ്റം ഒന്നും ഓർത്തേ. നമുക്കറിയാം, അഴിച്ചു വിട്ടേക്കും, ഒരു സ്ഥലം മാത്രം കൊടുക്കും അല്ലേ. ഡേയോ നൈറ്റോ ഒക്കെ അവർക്ക് പുറത്ത് നടക്കാം. അപ്പോൾ മിൽക്കിങ്, ട്രീറ്റ്മെൻറ്റ്, ബ്രീഡിങ് ഈ കാര്യത്തിന് മാത്രമേ നമ്മൾ അതിനകത്ത് അകത്ത് കൊണ്ടുവരത്തുള്ളൂ. അതുപോലെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ടായിരിക്കും, ഒരു റെസ്റ്റിംഗ് ഏരിയ ഉണ്ടായിരിക്കും. റെസ്റ്റിംഗ് ഏരിയ എന്തിനാണ്? ഹീറ്റിൽ നിന്നും കോൾഡിൽ നിന്നും മഴയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അതുപോലെ വെള്ളവും അതുപോലെ ഫീഡും കൊടുക്കുന്നത് ഒരുമിച്ചായിരിക്കും അല്ലേ. ഒരു കോമൺ വാട്ടർ ട്രഫും ഒരു കോമൺ ഫീഡ് ട്രഫ് ഒന്നായിരിക്കില്ല, ഒന്നിലധികം സ്ഥലത്തുണ്ടായിരിക്കും. എന്തായാലും പ്രത്യേകം അനിമൽസിന് പ്രത്യേകം അല്ല ഫീഡ് കൊടുക്കുന്നത്. അത് എന്തിനെ ബാധിക്കും? അത് ഇൻഡിവിജ്വൽ ഫീഡിങ്ങിനെ ബാധിക്കും അല്ലേ. അതായത് നമുക്ക് ഒരു അനിമലിന് 50 ലിറ്റർ പാൽ കിട്ടുന്ന അനിമലിനെയും 15 ലിറ്റർ പാൽ കിട്ടുന്ന അനിമലിനെ ഒരുമിച്ചിട്ട് ഇതുപോലെ വളർത്താൻ പറ്റില്ല എന്നൊരു കുഴപ്പം കൂടെ ലൂസ് ഹൗസിംഗ് സിസ്റ്റത്തിന് ഉണ്ട്. അതുപോലെ ഈ പറഞ്ഞ സിസ്റ്റം ഏറ്റവും ഐഡിയൽ എവിടെയാ? ലോ റെയിൻഫാൾ ഏരിയാസിലാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി നമുക്ക് നോക്കാം, ലൂസ് ഹൗസിംഗ് സിസ്റ്റത്തിൽ കൊടുത്തിരിക്കേണ്ട സ്ഥല പരിമിതികൾ നോക്കാം. ടൈപ്സ് ഓഫ് അനിമൽ, കൗ ആണെന്നുണ്ടെങ്കിൽ നോക്കാം. അതിന് മുന്നേ ഈ കാര്യങ്ങളൊന്ന് നോക്കിപ്പോ. ദ ഫ്ലോർ ഓഫ് ദ ഡയറി ആനിമൽ ഷെഡ് ഈസ് മെയ്ഡ് ഓഫ് വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ വിച്ച് ക്യാൻ ബി ഈസിലി ക്ലീൻഡ് ആൻഡ് ഡ്രൈഡ് ആൻഡ് ദാറ്റ് ഈസ് നോട്ട് സ്ലിപ്പറി. അതായത് നമ്മൾ ഫ്ലോർ ഉണ്ടാക്കുമ്പോൾ കഴിവതും കോൺക്രീറ്റ് വെച്ച് തന്നെ ഉണ്ടാക്കുക. അത് ഭയങ്കര സ്ലിപ്പറി ആക്കി അല്ലെങ്കിൽ നല്ല ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം, പക്ഷേ അവിടെ സ്ലിപ്പറി ആയിരിക്കും. അതിന് ഇൻ ബിറ്റ്വീൻ മീഡിയം ആയിരിക്കണം. കാരണം ഒരു ചെറിയ ഗ്രിപ്പ് കൊടുത്തിട്ടായിരിക്കും ഇടേണ്ടത്. ഗ്രിപ്പ് അത് സ്ലിപ്പറി ഒഴിവാക്കാനും അതുപോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ സിമെന്റ് ഒക്കെ ചെയ്യുന്നത് എന്തിനാണ്? വാട്ടർ പ്രൂഫ് ആക്കാനും അതുപോലെ ക്ലീൻ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പേവിംഗ് വിത്ത് ബ്രിക്സ് ഓർ ഗ്രൂവ്ഡ് സിമെന്റ് കോൺക്രീറ്റ് ഫ്ലോർ ക്യാൻ ബി യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. അതായത് ഒന്നുകിൽ ബ്രിക്കുകൾ കൊണ്ട് പേവ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഗ്രൂവ്ഡ് സിമെന്റ് കോൺക്രീറ്റ് ഫ്ലോർ ആണെങ്കിൽ ഒരു ഗ്രൂവ് ഇട്ട് കൊടുക്കുക അല്ലെ, ഒരു വര ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേക്കും ഗ്രിപ്പും കിട്ടും, ഈസിയായിട്ട് ക്ലീൻ ചെയ്യാനും പറ്റും. ഇൻസഫിഷ്യന്റ് സ്പേസ് റിസൾട്ട്സ് ഇൻ ഓവർ ക്രൗഡിംഗ് ഓഫ് അനിമൽസ് വിച്ച് ക്യാൻ ലീഡ് ടു അബ്നോർമൽ ബിഹേവിയർ, ഡിക്രീസ്ഡ് ബോഡി വെയിറ്റ് ഗെയിൻ ആൻഡ് ഡ്രോപ്പ് ഇൻ ദെയർ ഓവറോൾ പെർഫോമൻസ്. അതായത് അവിടെ റെസ്റ്റിംഗ് ഏരിയയിൽ സ്ഥലം കുറവാണ് എന്നുണ്ടെങ്കിൽ അല്ലേ, നമ്മൾ പറഞ്ഞതാണ് ഡയറി ആനിമൽ ഷെഡിന്റെ കാര്യം പറഞ്ഞില്ലേ, അവിടെ റെസ്റ്റിംഗ് ഏരിയയിൽ സ്ഥലം കുറവാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? മഴ വരുമ്പോഴത്തേക്ക് മറ്റുള്ള സമയത്തൊക്കെ ഓവർ ക്രൗഡിങ് ഉണ്ടാകും. അങ്ങനെ ഓവർ ക്രൗഡിങ് കൊണ്ട് എന്ത് സംഭവിക്കും? അബ്നോർമൽ ബിഹേവിയർ അവർ പുറത്തെടുക്കാൻ തുടങ്ങും. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തും ബഹളവും അല്ലേ. അതുപോലെ ഡിക്രീസ്ഡ് ബോഡി വെയിറ്റ് ഗെയിൻ കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ ഡ്രോപ്പ് ഇൻ ദെയർ ഓവറാൾ പെർഫോമൻസ്, അവയുടെ ഓവറാൾ പെർഫോമൻസ് കുറയാനും ലൂസ് ഹൗസിംഗ് സിസ്റ്റത്തിൽ നമ്മൾ കൊടുക്കുന്ന ഒരു അനിമൽ ഷെഡിൽ സ്ഥലം കുറവാണെങ്കിൽ അതൊക്കെ കാരണമാകാൻ സാധ്യതയുണ്ട്. ഈ ചാർട്ട് ഒട്ടിക്കണം, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. കൗവിനാണെന്നുണ്ടെങ്കിൽ കവേർഡ് ഏരിയ, ഓപ്പൺ ഏരിയ, ഫ്ലോർ സ്പേസ് റിക്വയർമെൻറ്റിന് മീറ്റർ സ്ക്വയർ. അപ്പോൾ നോക്ക്, ലൂസ് ഹൗസിംഗ് സിസ്റ്റത്തിൽ ഒരു കൗവിന് എത്ര മീറ്റർ സ്ക്വയർ കവേർഡ് ഏരിയ കൊടുക്കണം? 3.5 മീറ്റർ സ്ക്വയർ കൊടുക്കണം. അതുപോലെ ഓപ്പൺ ഏരിയ ആണെങ്കിലോ അല്ലെങ്കിൽ പാഡക്ക് ആണെങ്കിലോ 7 മീറ്റർ സ്ക്വയർ കൊടുക്കണം അല്ലേ. അതുപോലെ മാക്സിമം നമ്പർ ഓഫ് അനിമൽസ് ഇൻ ഈച്ച് ഗ്രൂപ്പ് 40 എണ്ണത്തിന് മാത്രമേ വളർത്താൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ ഹൈറ്റ് ഓഫ് ദ ഷെഡ് അറ്റ് ഈവ്സ്, അതായത് ഷെഡിൻ്റെ മുകളിലെ ഷെഡ് ഇങ്ങനെ ആയിരിക്കും അല്ലേ. അതിൻ്റെ ഈവ് എന്ന് പറയുമ്പോൾ ഏറ്റവും എൻഡിലുള്ള നമ്മുടെ ഈ ഇറമ്പലം പറയില്ല, ഇവിടെ നിന്ന് വെള്ളം വീഴുന്ന സ്ഥലം. അപ്പോൾ അവിടെ മീഡിയം ആൻഡ് ഹെവി റെയിൻഫാൾ ഏരിയ ആണെന്നുണ്ടെങ്കിൽ 175 സെൻറ്റിമീറ്റർ ഉയരം മതി. കാരണം അല്ലെന്നെങ്കിൽ സംഭവിക്കും, തൂളി അടിച്ച് കയറും, വെള്ളം ഇങ്ങനെ കാറ്റ് മൂലം അടിച്ച് കയറും അല്ലേ. അതേസമയം ആരിഡ് റീജിയൻ, സെമി ആരിഡ് റീജിയൻ ആണെങ്കിൽ 220 സെൻറ്റിമീറ്റർ, 2 മീറ്ററും 20 സെൻറ്റിമീറ്ററും ഉയരം നമുക്ക് കൊടുക്കാവുന്നതാണ്. ഈ 2 പോയിന്റ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. അതുപോലെ കൗവിനാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ കൗവിൻ്റെയും ബഫല്ലോൻ്റെയും ഈ പറഞ്ഞ സ്പേസ് റിക്വയർമെൻറ്റ് പഠിക്കാതെ പോകരുത്. ഈ പ്രാവശ്യം ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. അതുപോലെ നമ്പർ ഓഫ് ആനിമൽസ് അല്ലേ, നോക്കാം. കൗ എത്ര? 3.5 സ്ക്വയർ ഫീറ്റ്, സ്ക്വയർ മീറ്റർ കവേർഡ് ഏരിയ,
7 സ്ക്വയർ മീറ്റർ എന്ത് ഓപ്പൺ ഏരിയ. ബഫല്ലോ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിലോ 4 സ്ക്വയർ മീറ്റർ കവേർഡ് ഏരിയ, 8 സ്ക്വയർ മീറ്റർ ഓപ്പൺ ഏരിയ. ബുള്ളാണെങ്കിൽ 12. ബുള്ളെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം അല്ലെ, വലിയ ബുള്ളാണ്. ഒരു ബുള്ളി നമ്മൾ അവിടെ ആഡ് ചെയ്യണമെങ്കിൽ 12 സ്ക്വയർ മീറ്റർ അവന് ഓപ്പൺ ഏരിയ കൊടുക്കണം, കവേർഡ് ഏരിയ 24 സ്ക്വയർ മീറ്റർ കൊടുക്കണം. അപ്പോൾ 40 എണ്ണവും ഒരു ബുള്ളും 40 പശുവും ഒരു ബുള്ളും അങ്ങനെ ഇട്ട് വളർത്താം. അതേസമയം നമുക്ക് 40 ബഫല്ലോയും ഒരു ബഫല്ലോ ബുള്ളും ഇട്ട് വളർത്താം അല്ലേ. ഇനി അതേപോലെ ഡൗൺ കവർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പ്രസവിക്കാറായത് 6 മുതൽ 8 ആഴ്ച ഇനി ഉള്ളൂ പ്രസവിക്കാൻ. അങ്ങനെയാണ് ഡൗൺ കവർ എന്ന് പറയുന്നത്. അതിനെന്താണ്, കവേർഡ് ഏരിയ ഈ ബുള്ളിൻ്റെ സെയിം ആണ് അല്ലേ. പക്ഷെ ഓപ്പൺ ഏരിയ അത്രയും വേണ്ട, 12 മീറ്റർ സ്ക്വയർ മതി എന്നുള്ള കാര്യം മനസ്സിലാക്കുക. മാക്സിമം ഒരു ഗ്രൂപ്പിൽ ഒരെണ്ണം മാത്രമേ ആ ഒരു സൈസിൽ ആ ഒരു ലെവലിൽ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ യങ് അനിമൽ ബിയോണ്ട് 1 ഇയർ, ഒരു വർഷത്തിന് മുകളിലുള്ളതിനാണെന്നുണ്ടെങ്കിൽ യങ് അനിമൽ ആണെന്നുണ്ടെങ്കിൽ 2 മീറ്റർ സ്ക്വയർ കവേർഡ് ഏരിയയും 4 ആണ് ഓപ്പൺ പാഡൊക്കെ കൊടുക്കേണ്ടത്. മാക്സിമം നമുക്ക് അങ്ങനെ വളർത്താം, 30 എണ്ണത്തിന് വളർത്താം. കാഫ് ബിലോ 1 ഇയറും എന്താണ് കവേർഡ് ഏരിയ 1 മീറ്റർ സ്ക്വയർ, 2 മീറ്റർ സ്ക്വയർ ഓപ്പൺ ഏരിയ, അതുപോലെ മാക്സിമം 30 എണ്ണത്തിന് വളർത്താൻ പറ്റും. അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. നിങ്ങൾ പെട്ടെന്ന് അങ്ങനെ എഴുതി കളയേണ്ട, നല്ലോണം പഠിച്ചോ മാത്രം എഴുതിയാൽ മതി എന്ന് പറഞ്ഞൊരു ചോദ്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലൂസ് ഹൗസിംഗ് സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് ഏരിയയെ കുറിച്ചൊരു ചോദ്യം വരാം. ഫ്ലോറിംഗ് ഇൻ ലൂസ് ഹൗസ് സിസ്റ്റത്തിലുള്ള ഫ്ലോർ സ്പേസ് റിക്വയർമെന്റ് ചോദിക്കാം. അടുത്തത് മേഞ്ചർ ആൻഡ് വാട്ടർ ട്രഫ്സിനെ കുറിച്ചാണ്. ഇവിടെ ലൂസ് ഹൗസിംഗ് സിസ്റ്റത്തിലുള്ള മേഞ്ചർ ആൻഡ് വാട്ടർ ട്രഫ്സിനെ കുറിച്ചാണ്. For optimum out from animals, adequate space is required so that animals have a free access to feed and water around the clock. അതായത് 40 എണ്ണത്തിനെ കൊണ്ടിട്ടിട്ട് ഒരിടത്ത് മാത്രം വെള്ളവും ഒരിടത്ത് മാത്രം തീറ്റയും കൊടുത്ത് അവർ തമ്മിൽ ഇടിയായിരിക്കും അല്ലേ. അങ്ങനെ ഇടി കൂടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആഡിക്വേറ്റ് ഫീഡർ ആൻഡ് വാട്ടർ സ്പേസ് പ്രൊവൈഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എത്ര അനിമൽസ് ഉണ്ടോ അതിന് മാത്രം വാട്ടർ ട്രഫ്സും ഫീഡ് ട്രഫ്സും കൊടുക്കണം. The water troughs are located near the feeding area and seldom in the resting area. ചിലപ്പോൾ റെസ്റ്റിംഗ് ഏരിയയിൽ വേണമെങ്കിൽ വെള്ളം കൊടുക്കാം, അല്ലെങ്കിൽ ഫീഡിംഗ് ഏരിയ എടുത്ത് വെള്ളം കൊടുക്കാം. അതുപോലെ മേഞ്ചേഴ്സ് ആൻഡ് വാട്ടർ ട്രഫ്സ് ആർ കൺസ്ട്രക്റ്റഡ് വിത്ത് റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് ഓർ ബ്രിക്ക് വിത്ത് സിമെന്റ് മോട്ടാർ ഓർ സ്റ്റോൺ സ്ലാബ്സ് വിത്ത് സിമെന്റ് ജോയിനിങ് അല്ലെ. ഇങ്ങനെയുള്ള ഏത് രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് മേഞ്ചർ അല്ലെങ്കിൽ വാട്ടർ ട്രഫ് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് വൃത്തിയായിരിക്കണം, ക്ലീൻ ചെയ്യാൻ വൃത്തിയായിരിക്കണം എന്നുള്ളതാണ് എന്ത് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ എന്താണ് സിമെന്റ് കോൺക്രീറ്റോ അല്ലെങ്കിൽ ബ്രിക്ക് വിത്ത് സിമെന്റ് മോട്ടർ അല്ലെങ്കിൽ സിമെന്റോ അല്ലെങ്കിൽ മോട്ടറോ വെച്ചിട്ടോ, മോട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ക്ലേ ആണ് അല്ലേ, ക്ലേ നല്ല വെള്ളം ചേരാത്ത ക്ലേ ആണ്. അതുപോലെ സ്റ്റോൺ സ്ലാബ് വെച്ചിട്ടൊക്കെ അല്ലെങ്കിൽ സ്റ്റോൺ സ്ലാബ് വെച്ചിട്ട് സിമെന്റ് വെച്ച് ജോയിൻ ചെയ്തൊക്കെ നമുക്ക് ഈ പറയുന്ന മേഞ്ചേഴ്സും വാട്ടർ ട്രഫും ഉണ്ടാക്കാം. അതുപോലെ ദ മേഞ്ചേഴ്സ് നീഡ് ടു ഹാവ് എ സ്മൂത്ത് സർഫസ് ഫോർ ഈസി ക്ലീനിങ് ആൻഡ് ഈസി ഇൻടേക്ക് ഓഫ് ഫീഡ് ബൈ ദ ആനിമൽസ്. മേഞ്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ഫീഡ് കൊടുക്കുന്ന സ്ഥലമാണ്. അത് നല്ല സ്മൂത്ത് ആയിരിക്കണം സർഫസ്, എന്നാൽ മാത്രമേ അവയ്ക്ക് നക്കി തുടച്ച് തിന്നാൻ പറ്റത്തുള്ളൂ അല്ലേ. അതുപോലെ വാട്ടർ ഡെപ്ത് ഈസ്, അതുപോലെ ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. വാട്ടർ ഡെപ്ത് വളരെ ഇമ്പോർട്ടൻറ്റ്. വാട്ടർ ഡെപ്ത് ഈസ് കെപ്റ്റ് അറ്റ് എ മിനിമം 3 inches ടു എന്താണ് എനേബിൾ ദ ആനിമൽ ടു സബ്മർജ് ഇറ്റ്സ് മസിൽ ടു 1 to 2 inch ഡീപ്പ് ഇൻ ദ വാട്ടർ ട്രഫ്. അതായത് വാട്ടർ ട്രഫിന്റെ ഡെപ്ത് എത്ര 3 ഇഞ്ച് മതി എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് വെള്ളം ഭയങ്കര ആഴത്തിലൊന്നും കൊടുക്കണ്ട, 3 ഇഞ്ച് മതി. എന്തിനാണ്? ടു ഇനേബിൾ ദ ആനിമൽ ടു സബ്മർജ് ഇറ്റ്സ് മസിൽ അല്ലേ. 2 ഇഞ്ച് വെള്ളത്തിൽ മസിൽ സബ്മർജ് ചെയ്യണം, അത്ര മാത്രമേ അതിന് വെള്ളം കുടിക്കാൻ ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ വാട്ടർ ട്രഫിന്റെ വാട്ടറിന്റെ ഡെപ്ത് മിനിമം ആക്കി വെക്കണം, ഒരു 3 ഇഞ്ച് ആക്കി വെക്കണം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഇഞ്ച് അല്ലെ, 2 ഇഞ്ചാണ് അതിന്റെ മസിൽ മുക്കാൻ അതിന് ആവശ്യമായിട്ടുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. കാരണം വേറെ ഒന്നുമല്ല, ഒരു ചോദ്യം ഉണ്ടാക്കുന്ന ആളിന്റെ പെട്ടെന്ന് കണ്ണിൽ ഒരു അസേഷൻ റീസണിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രസകരമായ ചോദ്യം, ഇത്തിരി പാടുള്ള ചോദ്യം ഉണ്ടാക്കാൻ പറ്റുന്ന ആളുടെ കണ്ണിൽ പെട്ടെന്ന് പതിയുന്ന ഒരു പോയിന്റ് ആണ്, ഓർത്ത് വെച്ചേക്കണം. അതുപോലെ സെപ്പറേറ്റ് വാട്ടറിംഗ് പോയിന്റ് ഈസ് പ്രൊവൈഡഡ് ഫോർ എവരി 15 to 20 കൗസ് അല്ലെ. 15 മുതൽ 20 കൗസിന്, നേരത്തെ 40 എണ്ണം പറഞ്ഞു, 40 എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് 2 വാട്ടറിംഗ് പോയിന്റ് എങ്കിലും കൊടുക്കണം, എന്നാലേ ആവശ്യത്തിന് സ്ഥലം കിട്ടത്തുള്ളൂ അവർക്ക്. അതുപോലെ ഇനി വെരി യങ് കാസ് വാട്ടർ ഈസ് നെവർ ഗിവൺ വെൻ മിൽക്ക് ഓർ മിൽക്ക് റീപ്ലേസർ ഈസ് ഫെഡ് ടു അവോയ്ഡ് ഇന്റർഫറൻസ് വിത്ത് ഡൈജഷൻ ഓഫ് മിൽക്ക് അല്ലെങ്കിൽ കാർഡ് ഫോർമേഷൻ. അതായത് ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ച് വെച്ചേക്കുക. ഇവിടെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പക്ഷേ ചോദിക്കാൻ ഇമ്പോർട്ടൻസ് ഉള്ള മറ്റൊരു പോയിന്റ് ആണ്. നമ്മൾ ലൂസ് ഹൗസിംഗ് സിസ്റ്റത്തിൽ വെള്ളം കൊടുക്കുമ്പോൾ ആർക്ക് യങ് കാവ്സിന് വെള്ളം കൊടുക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യാൻ പാടില്ല, മിൽക്ക് കൊടുക്കുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ മിൽക്ക് റീപ്ലേസർ കൊടുത്തതിൻ്റെ കൂടെ കൊടുക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ വയറ്റിനകത്ത് പോയി ഇത് അല്ലാണ്ട് തന്നെ പിരിയാൻ സാധ്യത വളരെയേറെയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പോയിന്റും നിങ്ങൾക്കൊരു ചോദ്യമായിട്ട് വരാനുള്ള സാധ്യത വളരെയേറെയാണ്. ഞാൻ ഈ അടിവരയിട്ട് തരുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് പഠിച്ചോണം. എന്താണ് കാര്യം എന്ന് മനസ്സിലായല്ലോ. വെരി യങ് കാവ്സിനാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ പാല് കൊടുക്കും അല്ലെങ്കിൽ മിൽക്ക് റീപ്ലേസർ കൊടുക്കും അല്ലേ. ഇത് രണ്ടും കൊടുത്തതിന്റെ കൂട്ടത്തിൽ വെള്ളം കൂടെ കൊടുത്താൽ സംഭവിക്കും ഇന്റർഫറൻസ് വിത്ത് ഡൈജഷനുമായിട്ട് ബന്ധപ്പെടുത്തി ഇന്റർഫറൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ എന്താണ് ഉള്ളിൽ തന്നെ അല്ലാത്തൊരു കാർഡ് ഫോർമേഷനൊക്കെ ഉണ്ടാവാം. അത് തടയാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും ഒരുമിച്ച് കൊടുക്കരുതെന്ന്
പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ടേബിളാണ് മക്കളെ, ഇവിടെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. നമുക്കിവിടെ ഇത് രണ്ടും ഫീഡ് ട്രഫ് ആണ്, അത് വാട്ടർ ട്രഫ് ആണ്. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ലൂസ് ഹൗസിൽ വളർത്തുമ്പോഴത്തേക്ക് നമുക്ക് കൊടുക്കേണ്ട സ്ഥലമാണ് ലീനിയർ ലെങ്ത് ആണ്. ഒരു അനിമൽ കൊടുത്താൽ ലീനിയർ ലെങ്ത് എത്രയാണ് മീറ്റർ നോക്കുമ്പോഴത്തേക്കും 0.6 to 0.7 മീറ്റർ. അപ്പോൾ അത്ര 60 സെൻറ്റിമീറ്റർ ടു 70 സെൻറ്റിമീറ്റർ വരെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്ഥലം ഒരു അനിമൽ ഉണ്ടെങ്കിൽ അതിന് വിട്ടയക്കണം. അതവിടെ തിന്നുന്നോ ഇല്ലെന്നുള്ളതല്ല, അതിന് വിട്ടയക്കണം. അതുപോലെ ടോട്ടൽ ലെങ്ത് ഒരു 100 എണ്ണത്തിന് വളർത്തണമെങ്കിൽ അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം പോരെ. 60 മുതൽ 75 മീറ്റർ വരെ നമ്മൾ എന്ത് ചെയ്യണം, ആ ലീനിയർ ലെങ്ത് 100 അനിമൽസ് ഉണ്ടെങ്കിൽ വിട്ടിരിക്കണം. അതുപോലെ വാട്ടർ ട്രഫ് മീറ്റേഴ്സ് നോക്കാം, 100 അനിമൽസ് ആണെങ്കിൽ 6 മുതൽ 7.5 മീറ്റർ മതി. എത്ര? 6 മുതൽ 7.5 മീറ്റർ മതി. കാരണം തീറ്റ എല്ലാം കൂടെ ഒരു സമയത്ത് തിന്നുക, വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുടിച്ചിട്ട് പോകും അല്ലേ. ഇനി ഡയമെൻഷൻസ് ഓഫ് മേജർ വാട്ടർ ട്രഫ്സ് നോക്കുമ്പോഴത്തേക്കും ഹൈറ്റ് ഓഫ് ദ വാള്, ഡെപ്ത്, വിഡ്ത്ത്, ഇത്രയും കാര്യങ്ങൾ നോക്കുന്നു. ഹൈറ്റ് എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ, ഡെപ്ത് താഴ്ച 40 സെൻറ്റിമീറ്റർ, താഴ്ച 40 സെൻറ്റിമീറ്റർ. അതുപോലെ വിഡ്ത്ത് നിറക്കുമ്പോഴത്തേക്കും 50 സെൻറ്റിമീറ്റർ. ഹൈറ്റ് എന്ന് പറയുമ്പോഴേ തറയെന്നുള്ള ഹൈറ്റ് ആണ് കേട്ടോ. തറയെന്ന് 60 സെൻറ്റിമീറ്റർ ഹൈറ്റ്, ഇങ്ങനെയാണ് വരുന്നത്. തറയെന്ന് 60 സെൻറ്റിമീറ്റർ ഹൈറ്റ്, അത് കഴിഞ്ഞ് ഡെപ്ത് 40 സെൻറ്റിമീറ്ററിൽ, അതുപോലെ എന്താണ് വിഡ്ത്ത് 50 സെൻറ്റിമീറ്റർ, ഇങ്ങനെ വരുന്നത് 50 സെൻറ്റിമീറ്റർ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഡയമെൻഷൻ വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. വിഡ്ത്താണ് ഞാൻ പറഞ്ഞത് 50 ഇത് 50 സെൻറ്റിമീറ്റർ, 50 സെൻറ്റിമീറ്റർ. ഈ ഹൈറ്റ് 60, അതുപോലെ എന്താണ് ഈ ഡെപ്ത്ത്, ഈ കാണുന്ന ഡെപ്ത്താണ് 40 സെൻറ്റിമീറ്റർ. ഇനി അത് കാഫ്സ് ആണെങ്കിലോ ഇതേപോലെയാണ് 0.4, 0.5, 40, 60, 4, 5, അതുപോലെ 40 സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ, 20 സെൻറ്റിമീറ്റർ. മേജർ ഇരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ 60 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഇതാണ്, ഡെപ്ത്ത് എന്ന് പറയുമ്പോൾ ഇതാണ്, വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പോൾ ഇങ്ങനെയാണ്, ഇതാണ് വിഡ്ത്ത്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ലൂസ് ഹൗസിംഗ് സിസ്റ്റം കഴിഞ്ഞില്ല. അടുത്ത റെസ്റ്റിംഗ് ഏരിയ. ദ റെസ്റ്റിംഗ് ഏരിയ ഇസ് എ ബിൽഡിംഗ് ഓർ എൻക്ലോഷർ വെയർ ക്യാറ്റിൽ ക്യാൻ റെസ്റ്റ് ഓർ ലൈ ഡൗൺ ഓൺ എ ഡ്രൈ ബെഡ്. നല്ല ഉണങ്ങിയ ഒരു ബെഡിൽ വന്ന് കിടക്കാൻ പറ്റുന്ന സ്ഥലമാണ് റെസ്റ്റിംഗ് ഏരിയ. അത്രയേ ഉള്ളൂ. ഇറ്റ് പ്രൊവൈഡ്സ് ഷെൽട്ടർ ഫ്രം കോൾഡ് വിൻഡ്സ്, സ്നോ, റെയിൻ ആൻഡ് എക്സ്ട്രീം ഓഫ് വെതർ ആൻഡ് ഈസ് ആൾവേസ് റൂഫ്ഡ് ആയിരിക്കണം. അതുപോലെ സ്നോ, മഞ്ഞിൽ നിന്നോ മഴയിൽ നിന്നോ വിൻഡിൽ നിന്നോ തണുപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുന്ന സ്ഥലമായിരിക്കണം. റെസ്റ്റിംഗ് ഏരിയസ് നോട്ട് യൂസ്ഡ് ആസ് എ വെയിറ്റിംഗ് ഓർ എക്സിറ്റ് ഏരിയ ഫോർ ദ മിൽക്കിംഗ് പാർലർ. അതായത് ഒന്നുകിൽ എന്താണ് മിൽക്കിംഗ് പാർലറായിട്ടോ അല്ലെങ്കിൽ മിൽക്കിംഗ് പാർലറിലേക്കുള്ള വെയിറ്റിംഗ് ഏരിയ ആയിട്ടോ അതിനെ യൂസ് ചെയ്യാൻ പാടില്ല. റെസ്റ്റിംഗ് ഏരിയസ് നോട്ട് യൂസ്ഡ് ആസ് വെയിറ്റിംഗ് ഓർ എക്സിറ്റ് ഏരിയ ഫോർ മിൽക്കിംഗ് പാർലർ. ഒരു റെസ്ട്രിക്ഷൻ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് ആണ്, വേണം സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടുത്താം. നോക്കാം. അതുപോലെ ഫീഡിങ് ആൻഡ് വാട്ടറിങ് ഈസ് നെവർ പ്രൊവൈഡ് ഇൻ ദ റെസ്റ്റിംഗ് ഏരിയ. അവിടെ ഈ റെസ്റ്റ് ചെയ്യാൻ വരുന്ന സ്ഥലത്ത് ഫീഡിങ്ങും വാട്ടറും നമ്മൾ കൊടുക്കാറില്ല. നേരത്തെ പറഞ്ഞു ചിലപ്പോൾ വാട്ടറിങ്ങിൻ്റെ സ്ഥലം ഈ റെസ്റ്റിംഗ് ഏരിയയിലും കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു, ഫീഡിങ് എന്തായാലും കൊടുക്കാറില്ല. ഓക്കെ, റെസ്റ്റിംഗ് ഏരിയയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഒന്നുകൂടെ പറയുന്നത് എന്താണ്, ഫീഡിങ് ആൻഡ് വാട്ടറിങ് റെസ്റ്റിംഗ് ഏരിയ കൊടുക്കാറില്ല. അതുപോലെ മിൽക്കിംഗ് പാർലറിട്ട് കയറാനുള്ള സ്ഥലവുമല്ല എന്ത് റെസ്റ്റിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഇനി ബെഡിങ് മെറ്റീരിയൽ പ്രൊവൈഡ് ഫോർ റെസ്റ്റിംഗ് ഏരിയ എങ്ങനെയാണെന്ന് നോക്കാം. ബെഡിങ് ഈസ് പ്രൊവൈഡ് ടു ആനിമൽസ് ടു കീപ് ദം ക്ലീൻ ആൻഡ് കംഫർട്ടബിൾ. പോയി കിടക്കുമ്പോഴത്തേക്ക് അവർ കംഫർട്ടബിൾ ആയിട്ട് കിടക്കാൻ പറ്റണം, ക്ലീൻ ആയിട്ട് കിടക്കാൻ പറ്റണം. അതെന്ത് ചെയ്യണം, ലിക്വിഡ് മാന്യൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാണകമോ അല്ലെങ്കിൽ മൂത്രമൊക്കെ ഉണ്ടെങ്കിൽ അത് അബ്സോർബ് ചെയ്യണം അല്ലേ, എന്നാലേ ഡ്രൈ ആയിട്ടുള്ളൊരു കംഫർട്ടബിൾ ആയ സിറ്റുവേഷൻ കിട്ടത്തുള്ളൂ. ഇനി ദ യൂഷ്വൽ ബെഡിങ് മെറ്റീരിയൽ ആർ വീറ്റ് സ്ട്രോ, റൈസ് സ്ട്രോ ആൻഡ് സോഡസ്റ്റ്. എന്തൊക്കെയാണ്? സ്ട്രോ എന്ന് പറയുമ്പോൾ വൈക്കോൽ. നമുക്ക് വൈക്കോൽ ഇട്ട് കൊടുക്കാം. എന്തിൻ്റെ? റൈസിൻ്റെ വൈക്കോൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വീറ്റിൻ്റെ വൈക്കോൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സോഡസ്റ്റ് അറക്കപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും അല്ലേ. അതുപോലെ ഡിസൈറബിൾ ക്വാളിറ്റീസ് ഓഫ് ദ ബെഡിങ് മെറ്റീരിയൽസ് ആർ ബൾക്കിനെസ്. അത് ബൾക്കായിരിക്കണം, കുറച്ച് വാരി ഇട്ടാൽ ഉണ്ടാവണം, അല്ലാതെ ചുമ്മാ പൊടിഞ്ഞങ്ങ് പോകുന്ന സാധനം ആയിരിക്കരുത്. ആൻഡ് ലാർജ് ലിക്വിഡ് അബ്സോർപ്ഷൻ കപ്പാസിറ്റി. ഈ രണ്ട് കാര്യങ്ങൾ നോക്കി വെച്ചാണ്. ഡിസൈറബിൾ ക്വാളിറ്റീസ് ഓഫ് ദ ബെഡിങ് മെറ്റീരിയൽസ്, എന്തായാലും ബൾക്കിനെസ് ആൻഡ് ലാർജ് ലിക്വിഡ് അബ്സോർപ്ഷൻ കപ്പാസിറ്റി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസൈറബിൾ ക്വാളിറ്റീസ് ഓഫ് ദ ബെഡിങ് മെറ്റീരിയൽ എങ്ങനെ? അത് ബൾക്കിനെസ് ഉണ്ടായിരിക്കണം, വാരി ഇട്ടാൽ കാണാൻ ഉണ്ടാവണം, അല്ലെങ്കിൽ കിടക്കാൻ ഉണ്ടാവണം. രണ്ട്, ലിക്വിഡിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ ഓൺ ആൻ ആവറേജ് 2 to 3 കിലോഗ്രാം സ്ട്രോ പെർ കൗ പെർ ഡേ ഈസ് റിക്വയർഡ് ഫോർ ബെഡിങ്. ഇതും വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ഏകദേശം ആവറേജ് 2 മുതൽ 3 കിലോഗ്രാം ബെഡിങ് ആണ് ഒരു കൗവിന് ആവശ്യമായിട്ട് വരിക. 10 അനിമൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 10 അനിമൽസിന് നമ്മൾ 30 കിലോഗ്രാം വൈക്കോലെങ്കിൽ വെറുതെ അവിടെ കിടക്കുന്ന സ്ഥലത്ത് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. സിമന്റഡ് ഫ്ലോർസ് ആർ യൂഷ്വലി പ്രിഫേർഡ്. അവിടെ ബെഡിങ്, ഈ പറഞ്ഞ റെസ്റ്റിംഗ് ഏരിയ എടുക്കുമ്പോഴത്തേക്ക് അവിടെ ബെഡിങ് ഏരിയയുടെ അടിയിൽ എന്തുണ്ടായിരിക്കണം? സിമന്റഡ് ഫ്ലോർ ഉണ്ടാകാൻ നല്ലതാണ്. അല്ലെങ്കിൽ എർത്തൺ ഫ്ലോർ ഉണ്ടായാലും കുഴപ്പമില്ല, അത് വെറുതെ മണ്ണടിച്ചൊതുക്കിയ സ്ഥലമാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ കൺസിഡർ ഫോർ റെസ്റ്റിംഗ് ഏരിയ അവിടെ പ്രൊവൈഡഡ് ദാറ്റ് ദേ ആർ 8 to 12 inches എബവ് ദ ഗ്രൗണ്ട് ലെവൽ. അതായത് സീപ്പേജ് വാട്ടർ അകത്ത് കയറരുത്. മനസ്സിലായോ? എത്ര? മഴവെള്ളത്തിൽ നിന്ന് മഴ പെയ്ത് തറയിൽ കൂടെ ഒഴുകുന്ന വെള്ളം അകത്ത് കയറാതെ 8 മുതൽ 12 ഇഞ്ച് എബവ് ദ ഗ്രൗണ്ട് ലെവൽ ആൻഡ് സ്ലോപ്ഡ് എവേ ഫ്രം ദ ബിൽഡിംഗ് ടു പ്രൊവൈഡ് ഗുഡ് ഡ്രെയിനേജ്. ബിൽഡിങ്ങിന് അവിടെ തന്നെ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഡ്രെയിനേജ് ഒഴിവാക്കുക. മൂത്രം ഒഴിക്കുമല്ലോ, അത് ഒഴുകിപ്പോകണ്ട. അതിനുവേണ്ടി ചെറിയ സ്ലോപ്പ് സൈഡിലേക്ക്
കൊടുത്തിരിക്കണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്തുണ്ടാക്കുക, ബെഡിങ്ങും അതുപോലെ റെസ്റ്റിംഗ് ഏരിയയെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് മക്കളെ? റെസ്റ്റിംഗ് ഏരിയ എന്തായിട്ട് ഉപയോഗിക്കാൻ പാടില്ല, മിൽക്കിംഗ് പാർലർ കയറണേ മുന്നിൽ കിടക്കുന്ന സ്ഥലമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല, 2 ഫീഡിങ് ആൻഡ് വാട്ടറിങ് അവിടെ കൊടുക്കാൻ പാടില്ല. അതുപോലെ എന്താണ് നമ്മളിവിടെ ബെഡിങ് മെറ്റീരിയൽസ് കൊടുക്കണം, അത് ഈസിലി എന്താണ് നമുക്ക് വെള്ളം അബ്സോർവ് ചെയ്യുന്നതായിരിക്കണം, ബൾക്കിനെസ് ഉണ്ടാകുന്ന സാധനമായിരിക്കണം. ഓരോ കൗവിനും 2 മുതൽ 3 കിലോഗ്രാം സ്ട്രോ നമുക്ക് ബെഡിങ് മെറ്റീരിയൽ കൊടുക്കാം. അതുപോലെ നമുക്ക് ആ തറ വേണമെങ്കിൽ കോൺക്രീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മണ്ണായാലും കുഴപ്പമില്ല. പക്ഷേ മേക്ക് ഷുവർ എന്താണ് നമ്മുടെ ഈ പറഞ്ഞ ഗ്രൗണ്ട് ലെവലിൽ നിന്നും 8 മുതൽ 12 ഇഞ്ച് ഉയർത്തിയിരിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ സൈഡിലേക്ക് ഒരു സ്ലോപ്പ് കൂടെ കൊടുത്തേക്കുക, എന്തിൻ്റെ മൂത്രം പോലുള്ള സാധനങ്ങളെല്ലാം ഒലിച്ചു പോകാനായിട്ട്. ഇനി നമുക്ക് ലൂസ് ഹൗസിംഗ് സിസ്റ്റം എടുക്കുമ്പോഴത്തേക്ക് ലൂസ് ഹൗസിംഗ് സിസ്റ്റം ഇൻവോൾവ്സ് ലോ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ്, പ്രൊവൈഡ്സ് മോർ കംഫർട്ട് ടു ആനിമൽസ്, എൻഷുർ ഈസിയർ ഡിറ്റക്ഷൻ ഓഫ് ഈസ്റ്റേഴ്സ് ആൻഡ് ബെറ്റർ ലേബർ എഫിഷ്യൻസി ആസ് കമ്പയർഡ് ടു ദ കൺവെൻഷണൽ ഹൗസിംഗ് സിസ്റ്റം. കൺവെൻഷണൽ ഹൗസിംഗ് സിസ്റ്റത്തിലുള്ള കുറേ ഡിസഡ്വാൻറ്റേജ് നമുക്കിവിടെ ഒഴിവാക്കാൻ പറ്റും. എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. എന്താണ് കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് അല്ലേ? വലിയ കെട്ടിടമൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, മെയിൻ്റനൻസ് വലിയ ഇല്ല. അതുപോലെ പ്രൊവൈഡ്സ് മോർ കംഫർട്ട് ടു അനിമൽസിന് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും. എൻഷുർ ഈസിയർ ഡിറ്റക്ഷൻ ഓഫ് ഹീറ്റും ഈസ്ട്രസും സ്റ്റാൻഡിങ് ഹീറ്റെല്ലാം കൃത്യമായിട്ട് അറിയാൻ പറ്റും, കാരണം അവ ഇങ്ങനെ അലഞ്ഞ് നടക്കുന്നുണ്ട് തന്നെ. അതുപോലെ ലേബർ എഫിഷ്യൻസി, കൂടുതൽ ലേബറിൻ്റെ ആവശ്യം വരുന്നില്ല അല്ലേ? അതുപോലെ എന്താണ് എന്തുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ കൺവെൻഷണൽ ഹൗസിംഗുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ലൂസ് ഹൗസിംഗിലെ അഡ്വാൻറ്റേജ് ആണ് ഈ പറഞ്ഞത്. ഒന്നുകൂടെ നോക്കാം. ബെനിഫിറ്റ്സ് ഓഫ് ലൂസ് ഹൗസിംഗ് സിസ്റ്റം: കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഇസ് ലെസ് ദാൻ കൺവെൻഷണൽ ഹൗസിംഗ് സിസ്റ്റം, ക്യാൻ ബി ഈസിലി എക്സ്പാൻഡഡ് വെൻ ദ നീഡ് അറൈസസ് വിത്തൗട്ട് മച്ച് ചേഞ്ചസ്. വലിയ വ്യത്യാസമൊന്നുമില്ല, തന്നെ കൂടുതൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, കൂടുതൽ അനിമൽസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതുപോലെ അനിമൽസ് ഹാവ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ആൻഡ് ഫീൽ കംഫർട്ടബിൾ. അവർക്ക് അവയെ കെട്ടിയിടുന്ന ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവത്തില്ല. അനിമൽസ് ഗെറ്റ് ആഡിക്വേറ്റ് എക്സസൈസ് ആവശ്യത്തിന് കിട്ടും. അതുപോലെ ഈസ്ട്രസ് ഡിറ്റക്ഷൻ ഇൻ ഈസിയർ ദാൻ ദ കൺവെൻഷണൽ ബാണിനേക്കാൾ കൂടുതൽ ഈസ്ട്രസ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ എളുപ്പമാണ്. ബെറ്റർ ലേബർ എഫിഷ്യൻസി ദാൻ കൺവെൻഷണൽ ഹൗസിംഗ് സിസ്റ്റം. കൂടുതൽ അത്രയും കൺവെൻഷണൽ ഹൗസിംഗ് സിസ്റ്റത്തിൽ ആവശ്യമായിട്ട് വരുന്ന അത്രയും ലേബർ ഇവിടെ അത്രയും തൊഴിലിവിടെ ആവശ്യം വരുന്നില്ല. About 10 to 15% more animals can be accommodated for shorter period without affecting the output. അതായത് നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഒരു 10 മുതൽ 15% അനിമൽസിനെ കൂടുതൽ ആഡ് ചെയ്യണമെങ്കിലും കൊണ്ടിട്ടാലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് അവിടെ മാനേജ് ചെയ്ത് പോകാൻ പറ്റും. ഇതൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് ഓഫ് ലൂസ് ഹൗസിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക്. ഇനി നമ്മളെ പഴയ പുസ്തകത്തിൽ പോകുന്നു. ഇതേ സാധനം പഴയ പുസ്തകത്തിൽ എന്താ പറയുന്നത് നോക്കാം. പഴയ പുസ്തകത്തിൽ എല്ലാം റിപ്പീറ്റേഷൻ ആണ്. നോക്കാം. സെമി ഇൻറ്റൻസീവ് സിസ്റ്റം. ദിസ് ഈസ് എ സിസ്റ്റം ഓഫ് ഹൗസിംഗ് വെയർ അനിമൽസ് ആർ ലെറ്റ് ലൂസ് ആൻഡ് ഓപ്പൺ പാഡക്ക് ത്രൂ ഔട്ട് ദ ഡേ ആൻഡ് നൈറ്റ് എക്സെപ്റ്റ് അറ്റ് മിൽക്കിംഗ് ടൈം. നേരത്തെ പറഞ്ഞ പോലെ മിൽക്കിംഗ് ടൈമും റെസ്റ്റിംഗ് സ്ഥലവും മാത്രം കൊടുക്കുന്നു, പകലും രാത്രിയും പുറത്ത് വിടുന്നു. The open paddock is enclosed by means of half walls or wooden or wire fences of 5 feet height. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നു. എന്താണ്? 5 feet ഹൈറ്റിൽ ഉള്ള സ്ഥലം അല്ലെ, ഹൈറ്റിൽ നമ്മൾ വാൾ കൊടുക്കുന്നു അല്ലേ. ഫീഡിങ് ഓഫ് റഫേജ് ആൻഡ് വാട്ടറിങ് ഓഫ് അനിമൽ ആർ ഡൺ ഇൻ ദ പാഡക്ക് തന്നെയാണ് ഈ പറഞ്ഞ സാധനം തീറ്റയെ കൊടുക്കുന്നത്. എ കോമൺ വാട്ടറിങ് ടാങ്ക് ഈസ് പ്രൊവൈഡഡ് ആൻഡ് ഫോഡർ ഈസ് ഫെഡ് ഇൻ കോമൺ മേഞ്ചേഴ്സ് അല്ലേ. ഫോഡറും അതുപോലെ വാട്ടറിംഗ് ടാങ്ക് കോമൺ ആണ്, ഫോഡർ കോമൺ ആണ്. ദ ഓപ്പൺ പാഡക്ക് ഈസ് പ്രൊവൈഡ് വിത്ത് ഷെൽട്ടർ അലോങ് വൺ സൈഡ് അണ്ടർ വിച്ച് ദ അനിമൽസ് ക്യാൻ ടേക്ക് റെസ്റ്റ് വെൻ ഇറ്റ് ഈസ് വെരി ഹോട്ട് ഓർ കോൾഡ് ഓർ ഡ്യൂറിങ് റെയിൻസ്. പറഞ്ഞ കാര്യങ്ങൾ വളരെ ഷോർട്ടാക്കി പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ അല്ലേ, ഒരു വ്യത്യാസവും അവിടെ പറഞ്ഞിട്ടില്ല. അതുപോലെ on one side of the paddock there will be a milking parlor or a milking barn. At milking time the cows are secured in the milking parlor. മിൽക്കിംഗ് പാർലർ ഉണ്ടായിരിക്കും ഇതിൻ്റെ ഒരു സൈഡിൽ. മിൽക്കിംഗ് പാർലർ ഉണ്ടാവും, നേരത്തെ പറഞ്ഞാൽ മറ്റെടുത്ത്. പക്ഷേ മിൽക്കിംഗ് പാർലറെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ പറഞ്ഞിരുന്നില്ല. ഓൺ വൺ സൈഡ് ഓഫ് ദ പാഡക്കിൻ്റെ ഒരു സൈഡിൽ മിൽക്കിംഗ് പാർലർ ഉണ്ടായിരിക്കും, അവിടെ വെച്ചായിരിക്കും മിൽക്കിംഗ് നമ്മൾ ചെയ്യുന്നത്. കോൺസെൻട്രേറ്റ്സ് ആർ ഫെഡ് അറ്റ് ദ ടൈം ഓഫ് മിൽക്കിംഗ് ഇൻ ദ മിൽക്കിംഗ് പാർലർ. ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നു കോൺസെൻട്രേറ്റ്സ് ആർ ഫെഡ് അറ്റ് ദ ടൈം ഓഫ് മിൽക്കിംഗ് പാർലറിലാണ് കോൺസെൻട്രേറ്റ് കൊടുക്കുന്നു പറഞ്ഞിരിക്കുന്നു. മറ്റിടത്ത് ലൂസ് ഹൗസിംഗ് സിസ്റ്റത്തിൽ കോൺസെൻട്രേറ്റ് എവിടെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരു വ്യത്യാസം പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് കൊടുക്കുകയാണെങ്കിൽ ഗുണം എന്താണ്? പാല് കിട്ടുന്നതിനനുസരിച്ച് തന്നെ അനിമലിന് നമുക്ക് കോൺസെൻട്രേറ്റ് കൊടുക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ ലൂസ് ഹൗസിംഗ് സിസ്റ്റത്തിൽ എന്താ പറഞ്ഞത്? ഓപ്പൺ ആയിട്ട് ഒരു സ്ഥലത്താണ് ഫീഡ് കൊടുക്കുന്നത്, ഒരു സ്ഥലത്ത് തന്നെ വെള്ളം കൊടുക്കുന്നത്. ഇവിടെ ഫോഡർ മാത്രം പുറത്ത് കൊടുക്കുന്നതാണ് നമ്മുടെ പഴയ പുസ്തകത്തിൽ പറയാം. കൂടുതൽ കൺവീനിയൻറ്റ് നമുക്ക് ഇത് തന്നെയാണ്. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ അനിമൽസിലും കൊടുക്കേണ്ടുന്ന കോൺസെൻട്രേറ്റ് ഫീഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കുക, ഇത് രണ്ടും ഒന്നാണ്. സെമി ഇൻറ്റൻസീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ലൂസ് ഹൗസിംഗ് സിസ്റ്റം തന്നെയാണ്. രണ്ട് പുസ്തകത്തിലും പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റിൽ ചെറിയ വേരിയേഷൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആ വേരിയേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം നിങ്ങൾ. അതുപോലെ ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഹാവ് ഷെയ്ഡി ട്രീസ് വിത്തിൻ ദ പാഡോക്ക് ഏരിയ ആൻഡ് ഇമ്മീഡിയറ്റ്ലി അറൌണ്ട് ദ ബിൽഡിംഗ്. പാഡോക്ക് ഷുഡ് ബി പ്രോപ്പർലി പേവ്ഡ് വിത്ത് സ്റ്റോൺ ടു അവോയ്ഡ് മഡി സോയിൽ ഡ്യൂറിംഗ് ദ ഹെവി റെയിൻസ്. അപ്പോൾ പാഡക്കിൽ അത്യാവശ്യം തണല് കൊടുക്കാൻ പറ്റുന്ന മരങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തറ നമുക്ക് ചെളിയാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പേവിംഗ് ഒക്കെ സിസ്റ്റം കൊടുത്താൽ നല്ലതാണ് എന്നും സെമി ഇൻറ്റൻസീവ് സിസ്റ്റത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിവിടെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരിക.
കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് കൺവെൻഷണൽ ബാൺസ്. നമുക്കറിയാം കൺവെൻഷണൽ ബാണിൽ ഒരുപാട് കൺസ്ട്രക്ഷൻ ആവശ്യമായിട്ട് വരും. ഈസി ടു ഡിറ്റക്ട് ഹീറ്റ്, നേരത്തെ പറഞ്ഞ അതേ പോയിന്റ്. അനിമൽസ് ആർ കംഫർട്ടബിൾ ആൻഡ് ഗെറ്റ് ഓപ്റ്റിമം എക്സസൈസ്, നേരത്തെ പറഞ്ഞ അതേ പോയിന്റ്. ലേബർ കോസ്റ്റ് ഈസ് ലെസ് ദാൻ ഇൻറ്റൻസീവ് സിസ്റ്റം, അതും വളരെ ഇമ്പോർട്ടൻ്റ്, അതേ പോയിന്റ്. ഫീഡിങ് ആൻഡ് വാട്ടറിങ് ആർ ഈസിയർ ദാൻ ഇൻറ്റൻസീവ് സിസ്റ്റം, അതേ പോയിന്റ് അല്ലേ. ഇനി ഡിസഡ്വാൻറ്റേജ് നോക്കാം. മോർ സ്പേസ് ഈസ് റിക്വയർഡ് ദാൻ ഇൻറ്റൻസീവ് സിസ്റ്റം. ഇൻറ്റൻസീവ് സിസ്റ്റത്തേക്കാൾ കുറച്ചും കൂടെ സ്ഥലം ആവശ്യമായിട്ട് വരും, കാരണം ഓപ്പൺ പാഡക്ക് ഇസ് നെസസറി. അതുപോലെ ഇൻ ഹൈ റെയിൻഫാൾ ഏരിയാസ് ദിസ് സിസ്റ്റം മേ കോസ് ട്രബിൾ ടു ദ അനിമൽസ്. ഹൈ റെയിൻഫാൾ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ അനിമൽസിൽ ഈ സിസ്റ്റം മൂലം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ചാൻസ് ഓഫ് ഫൈറ്റിംഗ് ബിറ്റ്വീൻ ദ അനിമൽസ് വളരെ കൂടുതലാണ്. കാരണം ഇവ ഇങ്ങനെ അഴിഞ്ഞു കിടക്കുന്നതുകൊണ്ട് തന്നെ ഒരെണ്ണത്തിന് ഇഷ്ടപ്പെട്ടില്ല, അവൻ ഇടിച്ചളയാം എന്നിട്ട് കൂട്ടം കൂടിയുള്ള ഇടിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇൻക്രീസ്ഡ് ചാൻസ് ഓഫ് സ്പ്രെഡ് ഓഫ് ഡിസീസ്, കാരണം ഒരുമിച്ച് കൂട്ടം കൂടി നടക്കുന്നുണ്ട് തന്നെ സ്പ്രെഡ് ഓഫ് ഡിസീസ് വളരെ ഈസി ആയിട്ട് നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നിങ്ങൾ എഴുതിയിടണം. നേരത്തെ ഞാൻ തന്ന പോയിന്റിൽ നിന്നുള്ള എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജും ചേർക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്. അതും കൂടെ ചേർത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു വലിയ ചാർട്ട് നിങ്ങൾ തയ്യാറാക്കി വയ്ക്കുക. ഇതാണ് നിങ്ങളെ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുക. അടുത്തത് കൺവെൻഷണൽ ഹൗസിംഗ് സിസ്റ്റം. ഇത് നമ്മുടെ ഫോണ്ട് കണ്ടാൽ അറിയാം, പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് പുസ്തകമാണ്. നോക്കാം. ഇൻ ദിസ് സിസ്റ്റം അനിമൽസ് ആർ ടൈഡ് ഇൻ എ സ്റ്റാൾ ഫോർ ഫീഡിങ്, വാട്ടറിങ്, മിൽക്കിംഗ് ആൻഡ് റെസ്റ്റിംഗ്. പുറത്ത് വിടുന്നില്ല. ഇവിടെ എന്താ ചെയ്യുന്നത്? കെട്ടിയിടുന്നു. സ്റ്റാളിൽ ഫീഡിങ്ങിന് വേണ്ടിയിട്ടും വാട്ടറിങ്ങിന് വേണ്ടിയിട്ടും മിൽക്കിങ്ങിന് വേണ്ടിയിട്ടും റെസ്റ്റിങ്ങിന് വേണ്ടി ഒരിടത്ത് കെട്ടിയിടുന്നു. ഇതാണ് കൺവെൻഷണൽ ഹൗസിംഗ് സിസ്റ്റം. പണ്ട് തൊട്ടേ നമ്മൾ ഇതാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലേ, കൺവെൻഷണൽ ഹൗസിംഗ് സിസ്റ്റം. ദേ ആർ കൺഫൈൻഡ് ടുഗദർ വിത്തിൻ ദ ഷെഡ് ആൻഡ് ടൈഡ് ബൈ നെക്ക് ചെയിൻസ്. കെട്ടിയിടും, കഴുത്തിൽ നെക്ക് ചെയിൻസ് ഉണ്ടായിരിക്കും, നമുക്കറിയാം, പുതുതായിട്ട് ഞാൻ പറയേണ്ട കാര്യമില്ല അല്ലേ. The barns are completely roofed and the walls have windows and ventilators. The distance between two sheds is generally not less than 30 feet. നോട്ട് ലെസ് ദാൻ എന്നാ പറഞ്ഞു, 30 അടിയിൽ കൂടില്ല രണ്ട് ഷെഡുകൾ തമ്മിലുള്ള അകലം. അത്രയും കൂട്ടേണ്ട കാര്യമില്ല, കാരണം അത്രയും സ്ഥലം ലാഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൺവെൻഷണൽ ഹൗസിംഗ് സിസ്റ്റം പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലേ. ബാൺസിനെ സംബന്ധിച്ചിടത്തോളം അവ മൊത്തം റൂഫായിരിക്കും, വിൻഡോസ് വെന്റിലേറ്റേഴ്സ് എല്ലാം ഉണ്ടായിരിക്കും. രണ്ട് ഷെഡുകൾ തമ്മിലുള്ള അകലം പൊതുവേ 30 അടിയിൽ കൂട്ടാറില്ല. The feed is delivered in a trough in front of the animals. They are milked individually in the stall using bucket ഉപയോഗിച്ചിട്ടോ മെഷീൻ വെച്ചോ മിൽക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഫീഡ് കൊടുക്കുന്നത് കോമൺ ട്രഫിലായിരിക്കും. നമ്മളൊരു ഫാം സങ്കല്പിച്ചാൽ മതി അല്ലേ. അതുപോലെ ദ മാനുവർ ഈസ് കളക്റ്റഡ് ഇൻ എ ഗട്ടർ വഴിയാണ് മാനുവൽ കളക്ട് ചെയ്യുക. ഇതെല്ലാം വിശാലമായിട്ട് പറഞ്ഞു തരും നിങ്ങൾക്ക്. ഗട്ടർ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഡങ് ചാനൽ അല്ലേ, ഡങ് ചാനൽ ഒഴുകി പോകും, നമുക്കറിയാം. ദിസ് ടൈപ്പ് ഓഫ് ഹൗസിംഗ് ഈസ് മോസ്റ്റ് സൂട്ടഡ് ഫോർ ടെമ്പറേറ്റ് റീജിയൻസ്. നമ്മുടെ പോലുള്ള ടെമ്പറേറ്റ് റീജിയൻസിന് വളരെ സൂട്ടബിൾ ആണ്. As it protects the animals from the heavy snowfall, rains and strong winds. ക്ഷമിക്കണം, ടെമ്പറേറ്റ് നമ്മുടെ ട്രോപ്പിക്കൽ റീജിയൻ ആണ് കേട്ടോ. ടെമ്പറേറ്റ് റീജിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കുറച്ചുകൂടെ തണുത്ത കൺട്രീസ് ആണ് ടെമ്പറേറ്റ് കൺട്രീസ്. ദിസ് ടൈപ്പ് ഈസ് ഹൗസിംഗ് ഈസ് മോസ്റ്റ് സ്യൂട്ടഡ് ഫോർ, അവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, കൺവെൻഷണൽ ഹൗസിംഗ് സിസ്റ്റം ഈസ് മോസ്റ്റ് സ്യൂട്ടഡ് ഫോർ ഡാഷ് ടെമ്പറേറ്റ് റീജിയൻ. അതുപോലെ ബാക്കി വേറെ ഏതെങ്കിലും റീജിയൻ കൊടുക്കാം. ടെമ്പറേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സ്നോഫാൾ ഉണ്ടായിരിക്കും, റെയിൻ ഉണ്ടായിരിക്കും, സ്ട്രോങ് വിൻഡ് ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് നമ്മുടെ മറ്റുള്ള സ്ഥലങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കൊക്കെയാണ് നമ്മുടെ കാനഡ പോലുള്ള സ്ഥലങ്ങൾ ടെമ്പറേറ്റ് കൺട്രീസ് ആണ്. അപ്പോൾ ഇൻ ദിസ് ടൈപ്പ് നോക്കാൻ ശ്രദ്ധിക്കൂ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ പോകണ്ടേ. ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ട് എഴുതുന്നത്. പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ അണ്ടർലൈൻ ചെയ്തിടുക. നോക്കാം, ടെമ്പറേറ്റ് റീജിയൻസിന് മോസ്റ്റ് സ്യൂട്ടഡ് ആയിട്ടുള്ള സാധനമാണ് ഈ സാധനം അല്ലേ. ആസിഡ് എന്തുകൊണ്ട് ആസിഡ് പ്രൊട്ടക്ട് ദ ആനിമൽസ് ഫ്രം ഹെവി സ്നോഫാള്. വലിയ സ്നോഫാളിൽ നിന്ന് രക്ഷപ്പെടാം. റെയിൻസ് ആൻഡ് സ്ട്രോങ് വിൻഡ്സ്, മഴകളിൽ നിന്നും സ്ട്രോങ് വിൻഡിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ സഹായിക്കുന്നു കൺവെൻഷണൽ ഹൗസിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും. അതുപോലെ ദ കൺവെൻഷണൽ ബാൺസ് പ്രൊവൈഡ് ബെറ്റർ പ്രൊട്ടക്ഷൻ വെൻ വിന്റർ ഈസ് പ്രൊലോങ്ഡ് ആൻഡ് സിവിയർ അല്ലേ. അതായത് വിന്റർ നല്ല പ്രൊലോങ്ഡ് ആയിട്ടുള്ള, കാനഡയിലൊക്കെ ഭയങ്കര വിന്റർ അല്ലേ. കാനഡയാണെന്നുണ്ടെങ്കിലും മറ്റ് പല ഇതര ടെമ്പറേറ്റ് കൺട്രീസിലെല്ലാം ഭയങ്കര വിന്റർ പ്രശ്നമാണ്. അപ്പോൾ സ്നോഫാളൊക്കെ ഹെവി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്ത് സഹായിക്കും? കൺവെൻഷണൽ ഹൗസിംഗ് സിസ്റ്റം സഹായിക്കും. ഹവർ ദെയർ ആർ എ ഫ്യൂ ഡിസഡ്വാൻറ്റേജസ് ഓഫ് കൺവെൻഷണൽ ഹൗസിംഗ് സിസ്റ്റം. ഫോർ എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഇഫ് ദ കാറ്റൽ ആർ ടൈഡ് അപ്പ് ഓൾ ഇയർ റൗണ്ട് ദിസ് ഫീറ്റ് ബിൽക്കം സ്റ്റിഫ് ആൻഡ് കുഡ് ലീഡ് ടു ഫീറ്റ് പ്രോബ്ലംസ്. അതായത് എന്നും കെട്ടിയിട്ടേക്കുന്നു, നടക്കാനുള്ള അവസരമൊന്നുമില്ല, അപ്പോഴത്തേക്കും കാലിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ ഈ സ്ട്രെസ് ഡിറ്റക്ഷനും ഡിഫിക്കൽട്ടാണ് എന്നും നമ്മുടെ പുതിയ പുസ്തകം പറയുന്നു. അത്ര മാത്രമേ കൺവെൻഷണൽ ഹൗസിംഗ് സിസ്റ്റത്തെക്കുറിച്ച് പുതിയ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുള്ളൂ. ഓക്കെ അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഇവിടെ എടുത്ത് പറഞ്ഞ ടെമ്പറേറ്റ് കൺട്രീസിൽ ഏറ്റവും സ്യൂട്ടഡ് ആയിട്ടുള്ളത് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്? കൺവെൻഷണൽ ഹൗസിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അത് എന്തിനെ സഹായിക്കുന്നു?
ഹെവി സ്നോഫാളിൽ നിന്നും സഹായിക്കുന്നു അല്ലേ. ഇതാണ് കൺവെൻഷണൽ ഹൗസിംഗ് സിസ്റ്റം. കണ്ടാൽ നിങ്ങൾ മൊത്തത്തിൽ റൂഫ് അടിച്ചിട്ടുണ്ട്, സൈഡ് അടിച്ചിട്ടുണ്ട്, കംപ്ലീറ്റ് വന്നിട്ടുണ്ട് അല്ലേ. ഒരു എൻട്രി അവിടെ കൊടുത്തിട്ടുണ്ട്, വെന്റിലേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിനകത്ത് എന്ത് വരത്തില്ല, സ്നോഫാൾ വീഴത്തില്ല അല്ലേ. നോക്കുക, ഇവിടെ ഇത് നമ്മുടെ പഴയ പുസ്തകമാണ്, ഫോണ്ട് മാറി കണ്ടോ. അതിൻ്റെ പറയുന്ന പേര് ഇൻറ്റൻസീവ് സിസ്റ്റം, കൺവെൻഷണൽ ബാൺസ്, കൗ ഹൗസ് സിസ്റ്റം. ഇങ്ങനെ 3 പേരുകളാണ് ഈ ഒരു സിസ്റ്റത്തിനുള്ളത് അല്ലേ. അങ്ങനെ 3 പേരുകളിലാണ് നമുക്ക് പഴയ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇൻ ദിസ് സിസ്റ്റം ദ കാറ്റ് ഈസ് ടൈഡ് അപ്പ് ഇൻ ദ ഷെഡ് ആൾമോസ്റ്റ് കണ്ടിന്യൂസ്ലി. നേരത്തെ പറഞ്ഞ അതേ കാര്യം, എന്നും കെട്ടിയിട്ടേക്കും. അനിമൽസ് ആർ പ്രൊവൈഡഡ് വിത്ത് എ റിക്വയർഡ് സ്പേസ് ആൻഡ് ദേ ആർ കൺഫൈൻഡ് ഇൻ ദ സ്പേസ് യൂസിങ് ചെയിൻ ഓർ റോപ്പ് അറ്റാച്ച് ടു ദ നെക്ക് ആൻഡ് കോളർ. നെക്കും കോളറും ഉണ്ടായിരിക്കും, അവിടെ കെട്ടിയിട്ടേക്കും. ഇത്രയേ ഉള്ളൂ കാര്യം. അനിമൽസ് ആർ പ്രൊവൈഡ് വിത്ത് അത്യാവശ്യം സ്പേസ് അവർ കൊടുത്തിരിക്കും, അതുപോലെ അവയെ കെട്ടിയിടും അവിടെ. ഫീഡിങ്, വാട്ടറിങ് ആൻഡ് മിൽക്കിംഗ് ആർ ഡൺ ഇൻ ദ ഷെഡ് ആൻഡ് റെയർലി ടേക്കൺ ഔട്ട്. വല്ലപ്പോഴും ഏറെ എന്തെങ്കിലും കാര്യത്തിന് ഷെഡൊക്കെ മാറാൻ വേണ്ടി മാത്രമേ പുറത്തേക്ക് ഇതിനെ കൊണ്ടുവരാറുള്ളൂ. ഇനി ദിസ് ഹാസ് ദ അഡ്വാൻറ്റേജ് ദാറ്റ് ലിമിറ്റഡ് ഏരിയ ഇസ് സഫീഷ്യന്റ് ഫോർ റിയറിംഗ് കാറ്റിൽ. കുറച്ച് സ്ഥലം മതി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, നമുക്കറിയാം അത് അല്ലേ. അതുപോലെ ഇൻ ദിസ് സിസ്റ്റം മോർ ലേബർ ഇസ് നെസസറി ഫോർ ഫീഡിംഗ് അനിമൽസ്, ക്ലീനിങ് ഷെഡ് എക്സെട്ര. മോർ ലേബർ ആവശ്യമാണ്, കൂടുതൽ തൊഴിലാളികൾ നമുക്ക് ആവശ്യമാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ അല്ലേ. ആ കാര്യമാണ് അതിന് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും. അതുപോലെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള അനിമൽസിന്റെ എണ്ണം വെച്ചിട്ട് നോക്കാം. ഇഫ് ദ നമ്പർ ഓഫ് അനിമൽസ് ടു ബി ഹൗസ്ഡ് ഈസ് 10 ഓർ ലെസ്, 10 അതിൽ താഴെയാണെങ്കിൽ സിംഗിൾ റോ ഷെഡ് മാത്രം മതി. അതിൽ കൂടുതലാണെങ്കിൽ നമുക്കൊരു ഡബിൾ റോയിലേക്ക് പോകാം. അത് തന്നെ ഹെഡ് ടു ഹെഡും ടെയിൽ ടു ടെയിലും ഉണ്ട്. അത് അടുത്ത ക്ലാസ് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഒരു ഹെഡ് ടു ഹെഡ് സിസ്റ്റമാണ്. 10 അനിമൽസ് ഒന്നും അല്ല, അതിൽ കൂടുതലുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു 20 അനിമൽസ് എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിസ്റ്റം നമുക്ക് പരീക്ഷിക്കാവുന്നതാണെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ പറഞ്ഞിട്ടുള്ളതും കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് പുതുതായിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് നോക്കാം. അഡ്വാൻറ്റേജ്, ഓൺലി ലിമിറ്റഡ് ഏരിയ ഓഫ് ലാൻഡ് ഈസ് സഫീഷ്യന്റ് ഫോർ റിയറിംഗ് കാറ്റിൽ അല്ലേ. കുറച്ച് സ്ഥലം മതി, അതാണ് ഒരു അഡ്വാൻറ്റേജ്. നമുക്കറിയാം ഇതിന്റെ ചാർട്ട് ഉണ്ടാക്കണം നിങ്ങൾ. മോർ പ്രൊഡക്ഷൻ കൂടുതലാണ്, കാരണം കൃത്യമായിട്ട് അളന്ന് നമുക്ക് പാല് കൊടുക്കാൻ പറ്റും അല്ലെ. പാലില്ല, ക്ഷമിക്കണം, പാലും കൊടുക്കാൻ പറ്റും. കുട്ടിക്ക് പാല് കൊടുക്കാൻ വളരെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് അനിമൽസിന്റെ ഫീഡ് കൃത്യമായിട്ട് അളന്ന് കൊടുക്കാൻ പറ്റും. ഈസി മാനേജ്മെന്റ്, ഇതിനെ പിറകെ നടന്ന് ഓട്ടിച്ചിട്ട് പിടിച്ച് കറക്കേണ്ട ആവശ്യമൊന്നുമില്ല. പോയി കറക്കാൻ അടുത്തിരുന്ന് കറക്കാൻ പോവുക അല്ലെ. ഈസി മാനേജ്മെന്റ്, ക്ലീനിങ് വളരെ ഈസിയാണ്. ലെസ് ചാൻസ് ഓഫ് ഡിസീസ് ട്രാൻസ്മിഷൻ അല്ലെ. വൈൽഡ് അനിമൽസിനും ബേർഡ്സിനും അകത്തോട്ട് വലിയ ആക്സസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തില്ല, ചാൻസ് ഓഫ് ഡിസീസ് ട്രാൻസ്മിഷൻ വളരെ കുറവാണ്. അതുപോലെ ബയോസെക്യൂരിറ്റി മെഷേഴ്സ് ആർ ഈസിയർ ടു അപ്ലൈ. ബയോസെക്യൂരിറ്റി മെഷർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ. ഫുട്പാത്ത് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യവും ബാക്കി എല്ലാം നമ്മൾ പഠിച്ചത്. അപ്പോൾ എന്താണ്, ബയോസെക്യൂരിറ്റി മെഷേഴ്സ് ഈസിയാണ് അപ്ലൈ ചെയ്യാൻ. ഈസി ആയിട്ടുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ് എന്താണ്, ഏതാണ്, കൺവെൻഷണൽ ഹൗസിംഗ് സിസ്റ്റം ആണ് അല്ലേ. ബയോസെക്യൂരിറ്റി മെഷേഴ്സ് ഏറ്റവും ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഏതിനാ, കൺവെൻഷണൽ ഹൗസിംഗ് സിസ്റ്റം. അതുപോലെ ലെസ് ചാൻസ് ഓഫ് ഡിസീസ് ട്രാൻസ്മിഷൻ ഫ്രം വൈൽഡ് അനിമൽസ് ഓർ ബേർഡ്സ് ഏതിലാ, കൺവെൻഷണൽ ഡിസീസ് ഹൗസ് സിസ്റ്റത്തിന്. അതുപോലെ എന്താണ്, ഏറ്റവും ഈസിയസ്റ്റ് മാനേജ്മെന്റ് എവിടെ നടക്കുന്നത്, കൺവെൻഷണൽ ഹൗസിംഗ്. അതുപോലെ മോർ പ്രൊഡക്ഷൻ എവിടെ നിന്ന് കിട്ടുന്നത്, കൺവെൻഷണൽ ഹൗസിംഗ് സിസ്റ്റത്തിലാണ്. അതുപോലെ ഏറ്റവും കുറച്ച് സ്ഥലം മാത്രം ആവശ്യമായിട്ടുള്ള ഏതിലാ, കൺവെൻഷണൽ ഹൗസിംഗ് സിസ്റ്റത്തിലാണ്. ഇത്രയും അഡ്വാൻറ്റേജ് മറന്നു പോകരുത്. ഇതെല്ലാം അഡ്വാൻറ്റേജ് മാത്രമല്ല, ഓരോ പോയിന്റ് ബൈ പോയിന്റ് ക്വസ്റ്റ്യനുമാണെന്ന് മനസ്സിലാക്കുക. ഇനി ഡിസഡ്വാൻറ്റേജ് നോക്കാം. ഹൈ ലേബർ കോസ്റ്റ്, നേരത്തെ പറഞ്ഞ പോലെ ലേബർ പണിക്കൂലി, പണി കൂടുതലായിരിക്കും. ഹൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, നമുക്ക് കെട്ടണമല്ലേ, ഷെഡൊക്കെ വൃത്തിയായിട്ട് കെട്ടി മേഞ്ചറെല്ലാം കെട്ടി അടിപൊളിയാക്കി എടുക്കണം. അവ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ. അതുപോലെ ചാൻസ് ഓഫ് ഡിസീസ് ട്രാൻസ്മിഷൻ മോർ വിത്തിൻ ദ ഷെഡ് ആസ് മോർ അനിമൽസ് ആർ ഹൗസ്ഡ് ഇൻ ലെസ് സ്പേസ്. ഡിസീസ് ട്രാൻസ്മിഷൻ പുറത്തുനിന്നുള്ള അനിമൽസ് വഴിയുള്ള ഡിസീസ് ട്രാൻസ്മിഷൻ കുറവാണെങ്കിൽ കൂടിയും നമുക്കിപ്പോൾ ഒരു ഷെഡിനകത്ത് ഒരു അസുഖം വന്നാൽ പെട്ടെന്ന് അവിടെ പിടിക്കാൻ സാധ്യതയുണ്ട്. അത് ഇമ്പോർട്ടൻ്റ്. പക്ഷേ ഒരു ഷെഡിൽ മാത്രം ആയിരിക്കില്ല നമ്മൾ അനിമൽസ് വളർത്തുക അല്ലേ. അപ്പോൾ ആ ഷെഡ് മാത്രം നമ്മൾ സൂക്ഷിച്ചാൽ മതി, ബാക്കിയുള്ള ഷെഡിലോട്ട് അനിമൽസിന് പെട്ടെന്ന് വരത്തില്ല. പക്ഷേ അതേസമയം നമ്മൾ എന്താണ്, ഓപ്പൺ പാഡക്കിലിട്ട് വളർത്തുകയാണെങ്കിൽ ഒന്നിന് വന്നാൽ എല്ലാത്തിനും വരും അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിൽ 100 പശുക്കളുണ്ട്, 10 വെച്ചിട്ടുള്ള 2 റോ ഉള്ളിട്ടുള്ള 5 ഷെഡാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു ഷെഡിൽ നമുക്ക് FMD വന്നാൽ ആ ഷെഡിനെ കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ പറ്റും. പക്ഷേ കുഴപ്പം എന്താ, ഡിസഡ്വാൻറ്റേജ് എന്താ, അവിടെ ഒരെണ്ണത്തിന് വന്നാൽ ബാക്കി എല്ലാത്തിനും വരാം. കാരണം എന്താണ്, അനിമൽസ് ആർ കൺഫൈൻഡ് ഇൻ ലെസ് സ്പേസ് അല്ലേ. അതുപോലെ എന്താണ്, മോർ സ്ട്രെസ് ടു അനിമൽസ് ആൻഡ് ലെസ് അനിമൽ വെൽഫെയർ. അതായത് ഇതിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കാണ് സ്ട്രെസ് കൂടുതലായിരിക്കും. നമ്മളെ ആണെങ്കിലും കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഊപ്പാട് വരത്തില്ലേ നമ്മളെ. അതുപോലെ അനിമൽ വെൽഫെയറും തീരെ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു ഡിസഡ്വാൻറ്റേജ്. അതുപോലെ ഫീഡ് കോസ്റ്റ് കൂടുതലാണ്, കാരണം ഇതിന് പുറത്ത് പോയി തിന്നാനോ അല്ലെങ്കിൽ മേയാനോ എന്നുള്ള ഒരു അവസരവും ഇല്ല. അതുകൊണ്ട് അതിന് കൊടുക്കേണ്ട ഓരോ പുൽത്തരിയും നമ്മൾ വെട്ടിക്കൊണ്ട് തന്നെ കൊടുക്കണം. പുൽത്തരി മാത്രമല്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ കൊണ്ട് കൊടുക്കണം. അപ്പോൾ ഫീഡ് കോസ്റ്റ് മറ്റേതായിട്ട് അപേക്ഷിച്ച് നോക്കാം കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അതുപോലെ പോസിബിലിറ്റീസ് ഓഫ് യൂസിങ് ആൻറ്റിബയോട്ടിക്സ്, ഹോർമോൺസ് ആൻഡ് അതർ കെമിക്കൽസ്, അൺഹെൽത്തി പ്രാക്ടീസസ് പറഞ്ഞിരിക്കുന്നു. ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്ന അൺഹെൽത്തി പ്രാക്ടീസ് ആണ് എന്നുണ്ടെങ്കിൽ, അമിത ഉപയോഗം അൺഹെൽത്തി പ്രാക്ടീസ് ആണെന്നുണ്ടെങ്കിൽ
മനുഷ്യരിപ്പോൾ ജീവിച്ചിരിക്കില്ല, അത്രയും ഞാൻ പറയുന്നുള്ളൂ. അതുപോലെ ഹോർമോൺസ് ആൻഡ് അതർ കെമിക്കൽസ്. ഹോർമോൺസ് കെമിക്കൽ അല്ല കേട്ടോ. ഹോർമോൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹീറ്റ് സിങ്ക്രണൈസേഷന് വേണ്ടി ഹോർമോൺ ഉപയോഗിക്കാറുണ്ട്, ഹോർമോൺ ട്രീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് വേണ്ടത് കൂടുതൽ പ്രൊഡക്ഷൻ ആണല്ലേ. അപ്പോഴും നമുക്ക് ആ പശുവിനെ പ്രസവിപ്പിച്ചേ മതിയാകത്തുള്ളൂ. അല്ലാതെ പ്രസവിക്കുന്നതെന്ന് കിട്ടുന്ന പാല് മാത്രം കിട്ടിയാൽ പോരാ. നമ്മളൊരു പശുവിനെ വളർത്തണമെങ്കിൽ അതിനെ പ്രസവിപ്പിക്കണം. അപ്പോൾ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരും. അതുപോലെ മറ്റുള്ള പല സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇതെല്ലാം അൺഹെൽത്തി പ്രാക്ടീസ് എന്ന് പുസ്തകം പറഞ്ഞിരിക്കുന്നത്. എന്താണ് എനിക്ക് അറിയാൻ വയ്യ, പോട്ടെ. ഇത് അൺഹെൽത്തി ആവും. ആൻറ്റിബയോട്ടിക് മിസ്യൂസ് ചെയ്ത് അൺഹെൽത്തി ആവും, ഹോർമോൺസ് മിസ്യൂസ് ചെയ്ത് അൺഹെൽത്തി ആവും. ഇതൊന്നും മിസ്യൂസ് ചെയ്ത് യൂസ് ചെയ്യേണ്ട സാധനങ്ങളാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പോട്ടെ, എന്തായാലും ഇവിടെ ഒരു ഡിസഡ്വാൻറ്റേജിൻ്റെ പേരിൽ അതങ്ങനെ എഴുതിയിട്ടുണ്ട്. ഓക്കെ അല്ലേ പറഞ്ഞത്? ഓക്കെ അല്ലേ മക്കളെ പറഞ്ഞത്? ഓക്കെയാണ്. അപ്പോൾ അതിൻ്റെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഇവിടെ കഴിയുകയാണ്. അപ്പോൾ ഇത് വളരെ രസകരമായിട്ട് തന്നെ കേട്ടിരിക്കാൻ പറ്റുന്നൊരു പാഠഭാഗമാണ്. അതുപോലെ അതിന് ചോദ്യങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുള്ളത് ഏത് എവിടെ എന്നൊക്കെ വ്യക്തമായിട്ട് ഞാൻ അടിവരയിട്ട് തന്നിട്ടുണ്ട്. അതിന് ചോദ്യങ്ങൾ വരും. അപ്പോൾ ഇതിന് മുന്നേ ചോദിച്ച ചോദ്യങ്ങൾ നമുക്ക് ആൻസർ ചെയ്ത് നോക്കണ്ടേടാ? നോക്കാം. ദ സിസ്റ്റം ഓഫ് റിയറിംഗ് ഓഫ് കാറ്റിൽ വേർ ആനിമൽസ് ആർ ലെറ്റ് ലൂസ് ആൻഡ് ഓപ്പൺ പാഡക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം സെമി ഇൻറ്റൻസീവ് സിസ്റ്റം ഓപ്പൺ പാഡക്ക് എന്നുള്ള സിസ്റ്റം ഉള്ളത്. അല്ല, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ഫ്രീ റേഞ്ച് സിസ്റ്റം ഓഫ് കാറ്റൽ റിയറിംഗ്? മിൽക്കിംഗ് ഈസ് ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലേ? കാരണം അവിടെ മിൽക്കിംഗ് പാർലൊന്നുമില്ല. അത് ശരിയായ പ്രസ്താവനയാണ്. നമുക്കിവിടെ എലിമിനേഷൻ നോക്കാം. ഒന്നാമത്തത് ശരിയായ പ്രസ്താവനയാണ്, കറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് വരുന്നതെല്ലാം നമുക്ക് ചൂസ് ചെയ്യാം. ഏതാ വരാത്തത് ബി മാത്രമേ. അതുകൊണ്ട് നമുക്ക് വെട്ടിക്കളയാൻ പറ്റത്തുള്ളൂ. രണ്ടാമത് നോക്കാം, നോട്ട് എക്സലന്റ് ഇൻ ടേംസ് ഓഫ് അനിമൽ വെൽഫെയർ എന്ന് പറഞ്ഞിരിക്കുന്നു. അനിമൽ വെൽഫെയറുമായി ബന്ധപ്പെടുത്തി നമുക്ക് എക്സലന്റ് അല്ല, നോ, നെവർ. ഫ്രീ റേഞ്ച് സിസ്റ്റം അനിമൽ വെൽഫെയർ അടിപൊളിയായിട്ട്, കാരണം അതിന് എന്ത് വേണോ ചെയ്യാം അല്ലേ. അപ്പോൾ തെറ്റായ പ്രസ്താവനയാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ശരിയെന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് വെട്ടിക്കളയാം. ഇത് വെട്ടിക്കളയാം, ഇതും വെട്ടിക്കളയാം. ഉത്തരം കിട്ടി സി. രണ്ട് പ്രസ്താവന വായിച്ചപ്പോൾ സഹകാരിയുടെ കുട്ടിക്ക് ഉത്തരം കിട്ടി. നമുക്ക് മൂന്നാമത് നോക്കാം, ഫീഡ് കോസ്റ്റ് ഈസ് ലെസ്. അത് ശരിയായ പ്രസ്താവനയാണ്. അത് നമ്മൾ വായിക്കുന്നേ ഇല്ല അല്ലേ. നമ്മൾ അടുത്ത ചോദ്യം എഴുതാൻ വേണ്ടി പോയി. ഇതാണ് നമ്മുടെ എലിമിനേഷൻ ടെക്നിക്കിൻ്റെ പ്രത്യേകത, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇനിയുള്ള ചോദ്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകാം. അതുപോലെ പരീക്ഷയിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ ചോദ്യങ്ങൾ എഴുതിയുള്ള പ്രാക്ടീസിലൂടെ നിങ്ങളുടെ വിജ്ഞാനത്തിന് മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ 1ാം റാങ്ക് വരുന്നത്. മാത്രമല്ല അവസാനത്തെ പെർഫോമൻസിൽ എത്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് കടക്കാം.